എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ 91ാമത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ് പീപ്പിളിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സയന്റിഫിക് നമ്പർ വളർത്തുക, സയൻസിനെ കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നാണ് സയൻസ് പീപ്പിളിന്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. സയൻസ് എന്തൂസിയാസ്റ്റുകളായിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു ഗ്ലോബൽ കൂട്ടായ്മയാണിത്. അപ്പോൾ സയൻസ് പഠിച്ച് വലിയ വലിയ ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്താൽ മാത്രം പോരാ, സയൻസിനെ ഒരു ജീവിത വീക്ഷണമായിട്ട് കാണുക, ഒരു സയന്റിഫിക് ഔട്ട്ലുക്ക് സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇന്നത്തെ പ്രഭാഷണം ചെയ്യുന്നത് വാഴ്സ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയായ സാന്ദ്ര KS ആണ്. ഇന്നത്തെ സ്പീക്കറെ പരിചയപ്പെടുത്തുന്നത് മോഡറേറ്റർ ആയിരിക്കും. നമ്മുടെ മോഡറേറ്റർ ഇന്ന് വാഴ്സയിൽ തന്നെ ഗവേഷണ വിദ്യാർത്ഥിയായ ശ്രീകാന്ത് ആണ്. ശ്രീകാന്ത് ഈ വേദിയിൽ 2 പ്രഭാഷണങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രഭാഷണങ്ങൾക്കും മോഡറേറ്ററായി വളരെ ഹാഫ് എ ഡസനിലധികം സ്പീക്കേഴ്സിനെ ഇവിടെ പരിചയപ്പെടുത്തി. അതുപോലെ നമ്മുടെ സയൻസ് പീപ്പിളിന്റെ എല്ലാ ഉദ്യമങ്ങളിലും കൂടെയുള്ള ആളാണ്. അപ്പോൾ ശ്രീകാന്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് പ്രഭാഷണം കേൾക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും സയൻസ് പീപ്പിളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്പീക്കറായ സാന്ദ്രയെയും ഞാൻ സയൻസ് പീപ്പിളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മോഡറേറ്ററായ ശ്രീകാന്തിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശ്രീകാന്തിനോട് ഈ ഇൻട്രൊഡക്ഷൻ ഏറ്റെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഫ്രാൻസിസ്. സോ എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം സയൻസ് പീപ്പിളിന്റെ ഈ ലൈറ്റ് ബേസ് സീരീസിലെ മറ്റൊരു ടോക്കിലേക്ക്. നമ്മുടെ ഇന്നത്തെ സ്പീക്കർ സാന്ദ്രയാണ്. സോ സാന്ദ്ര ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വർസയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിൽ ലിത്യം എയർ ബാറ്ററീസിൽ വർക്ക് ചെയ്യുന്ന ഒരു PhD സ്റ്റുഡൻ്റ്, ഒരു റിസർച്ച് സ്റ്റുഡൻ്റ് ആണ്. സാന്ദ്രയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ സാന്ദ്രയുടെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഫിസിക്സിൽ തന്നെ തൃശ്ശൂരിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ബാച്ചിലേഴ്സ് സാന്ദ്ര ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു ഇൻ 2021. അതിനുശേഷം സാന്ദ്ര ക്രൈസ്റ്റ് കോളേജ് തൃശ്ശൂരിൽ സാന്ദ്ര മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയൊരു പ്രോജക്റ്റിൽ കൂടെ അവിടെ നിന്നുകൊണ്ട് തന്നെ പരിശ്രമിച്ച് ഇവിടുത്തെ റിസർച്ചിനോട് കോൺടാക്ട് ചെയ്ത് സാന്ദ്ര ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വർസയിൽ ചെറിയൊരു പ്രോജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രോജക്റ്റിൽ നിന്ന് ഒരുപാട് ഔട്ട്കമും അതിന് ഭാഗമായിട്ടൊരു പേപ്പറും സബ്മിറ്റ് ചെയ്യാൻ സാന്ദ്രയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ കറന്റ്ലി ഇവിടെ PhD ചെയ്യുകയാണ്. അത് മാത്രമല്ല സാന്ദ്ര സ്കൂൾ തൊട്ട് മാസ്റ്റേഴ്സ് ഇതുവരെ ഒത്തിരി പ്രോജക്ട്സ് സാന്ദ്ര ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കൂളിൽ തന്നെ സാന്ദ്ര ചെയ്ത ഒരു ചെറിയൊരു വാട്ടർ പ്യൂരിഫിക്കേഷൻ മോഡലാണ് മെംബ്രെയിൻ ബയോറിയാക്ടർ ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. അത് മാത്രമല്ല മറ്റ് പ്രോജക്ട്സും സാന്ദ്ര ചെയ്തിട്ടുണ്ട്, ലൈക്ക് വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് മോളാർ കോൺസെൻട്രേഷൻ യൂസിങ് ന്യൂട്ടൺസ് റിങ്സ്. പിന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ പെർഫോമൻസ് ആൻഡ് ഇലക്ട്രോ കാറ്റലൈസിസ് ഇൻ നോൺ അക്വസ് ലിത്യം എയർ ബാറ്ററി. അതാണ് സാന്ദ്രയുടെ മെയിൻ റിസർച്ച് ടോപ്പിക്. സോ എന്തുകൊണ്ടും ലിത്യം അയൺ ബാറ്ററീസിനെ കുറിച്ചും പുതിയ ടെക്നോളജിയായ ലിത്യം എയർ ബാറ്ററീസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് സാന്ദ്ര. സോ സാന്ദ്ര, പ്ലീസ് go ahead, and thank you for accepting this invitation to present this topic. Okay, thank you for the introduction. അപ്പോൾ ഞാൻ എന്തായാലും നേരെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് പോലെ തന്നെ ഞാനിപ്പോൾ എയർ ബാറ്ററിയിലാണ് റിസർച്ച് ചെയ്യുന്നത്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ബാറ്ററീസിലുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചു വരുന്നൊരു സ്റ്റുഡൻ്റ് ആണ്. എങ്കിൽ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എനിക്കറിയാവുന്ന ലിമിറ്റഡ് നോളജ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ബാറ്ററീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ എല്ലാത്തിലും ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ ഡെയിലി ലൈഫിൽ ബാറ്ററീസിന്റെ യൂസേജ് ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റിനും ഒരുപാട് ബാറ്ററീസിന്റെ
ഫങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയൊക്കെ ബാറ്ററീസ് യൂസ് ചെയ്യുന്നു എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാപ്ടോപ്സ്, ഫോൺസ്, അതുപോലെ തന്നെ ഇപ്പൊ സ്പേസ് എക്സ്പ്ലോറേഷൻ വഴി ഒരുപാട് കാര്യങ്ങളിൽ ബാറ്ററീസ് യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു ഉപയോഗം നമ്മൾ കുറെ മുന്നുള്ള റീസെന്റ് ഇയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പോലും ആൾക്കാർ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നതും സാധാരണ ഫോസിൽ ഫ്യൂവൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലരും ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. പണ്ടേ ഈ കൺവെൻഷണൽ വെഹിക്കിൾസിന്റെ ദൂഷ്യഫലങ്ങൾ നമുക്കറിയാം. എമിഷൻസ് വഴി നമ്മുടെ ക്ലൈമറ്റിന് ഉണ്ടാവുന്ന ചേഞ്ചസ്. അതുകൂടാതെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ പ്രൈസ്, പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസ് കാരണം തന്നെ കോമൺ ആയിട്ട് എല്ലാവരും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രാപ്തരായിരിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് ശരിയാക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് കുറെ ഇലക്ട്രിക് വെഹിക്കിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ അതുപോലെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബാറ്ററീസിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാറ്ററീസിന്റെ ഡെവലപ്മെന്റും അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ കറന്റ്ലി ഒരുപാട് റിസർച്ച് പോകുന്ന ഒരു ഏരിയ ആണ് ബാറ്ററീസ്. കാരണം നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാറ്ററി യുഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കറന്റ്ലി ഒരുപാട് റിസർച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാറ്ററീസ്. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസ് ഈ 2030 ആകുമ്പോഴേക്കും, ഇപ്പൊ ഇവിടെ തന്നെ കാണാൻ പറ്റും, 2030 ആകുമ്പോഴേക്കും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ യൂസേജ് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആവാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാറ്ററീസിന്റെ റിസർച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെ ഉണ്ട്. ഇപ്പോ പോർട്ടബിൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ പോലെ അതല്ലാതെ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരുമ്പോൾ 3 ടൈപ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. ഇതില് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിട്ട് ഇലക്ട്രിക്കൽ എനർജിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ. അവിടെ എമിഷൻസ്, നമ്മുടെ സാധാരണ ഇലക്ട്രിക് വെഹിക്കിളിൽ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സീറോ എമിഷൻസ് ആയിരിക്കും ബാറ്ററി ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജിയിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അതിനുള്ള പ്രശ്നം ഷോർട്ട് റേഞ്ച് ആയിരിക്കും. ഡ്രൈവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും, ക്രൂഡ് ഓയിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷെ കൊമേഴ്ഷ്യലി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ്. അതിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയിൽ ഡ്രൈവ് ചെയ്യുന്ന മോഡും ഉണ്ടായിരിക്കും, അതുപോലെ കൺവെൻഷണൽ എനർജിയിൽ ഡ്രൈവ് ചെയ്യുന്ന മോഡും ഉണ്ടായിരിക്കും. കൺവെൻഷണൽ എനർജിയിൽ ഡ്രൈവ് ചെയ്യുന്ന മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അതിനൊരു യൂസ്ഫുൾ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു സിറ്റിയിലാണ്, ഒരു സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയിൽ ഡ്രൈവ് ചെയ്യാം. അപ്പൊ എമിഷൻസ് കുറവായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ലോങ് ഡ്രൈവിലേക്ക് പോകുമ്പോൾ നമുക്ക് കൺവെൻഷണൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണമാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരുമ്പോൾ ഉള്ളത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ സീറോ എമിഷൻസ് ആയിരിക്കില്ല, എങ്കിലും വെരി ലോ എമിഷൻസ് ആയിരിക്കും. സാധാരണ വെഹിക്കിളിനെ വെച്ച് നോക്കുമ്പോൾ എമിഷൻസ് കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷെ ഓൾറെഡി ടൊയോട്ട, ഫോർഡ് എന്നുള്ള ഒരുപാട് ബ്രാൻഡ് കമ്പനീസ് ഓൾറെഡി അത് ഇൻസ്റ്റാൾഡ് ആണ്, നമ്മളെല്ലാം യൂസ് ചെയ്യുന്നതാണ്. അതൊരു പോസിബിലിറ്റി ആണ്. സാന്ദ്ര സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ അതോ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു? ചേഞ്ച് ആകുന്നില്ല. ഫസ്റ്റ് സ്ലൈഡ് ആണ് കാണുന്നത്, ഹൗ ബാറ്ററീസ് പവർ അപ്പർട്ടി. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ 3 ടൈപ്പ് ഓഫ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ഇപ്പൊ 3 ടൈപ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്. മൂന്നാമത്തതാണ് ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അത് പക്ഷെ കറന്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ന്യൂസിലും അതല്ലാതെ നമ്മൾ അതിന്റെ യൂസേജ് കണ്ടിട്ടുണ്ടെങ്കിലും അണ്ടർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഫ്യൂവൽ സെല്ല്. ഒരുപാട് പോസിബിലിറ്റി ഉള്ളതാണെങ്കിലും അത് അണ്ടർ ഡെവലപ്മെന്റ് ആണ്. അതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അൾട്രാ ലോ എമിഷൻ ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും. നമ്മുടെ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിനേക്കാൾ, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനേക്കാൾ വളരെയധികം എഫിഷ്യന്റ് ആയതായിരിക്കും ഫ്യൂവൽ സെല്ല്. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഹൈഡ്രജനിലാണ് വർക്ക് ചെയ്യുന്നത്.
ഹൈഡ്രജനിലായതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റ് ഓഫ് ഫ്യൂൽ സെൽസ് ഉണ്ട്, അതിന്റെ ഫീസിബിൾ പ്രൊഡക്ഷൻ, അതുപോലെ ഫ്യൂലിംഗ് സിസ്റ്റം ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഫ്യൂൽ സെല്ല് ഇപ്പൊ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ പോസിബിൾ ആയിട്ടുള്ള ഒന്നാണ് ഫ്യൂൽ സെല്ലെങ്കിലും കറന്റ്ലി നമുക്ക് അൺഅവൈലബിൾ ആണ്. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടി വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഫ്യൂൽ സെല്ല്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ബേസിക് വർക്കിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റി പറയുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ എഫിഷ്യൻസി, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നതെന്ന് പറയുമ്പോഴും ബാറ്ററീസിലുള്ള ഡെവലപ്മെന്റ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററീസിനെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാറ്ററീസിൽ ഹിസ്റ്ററി ഓഫ് ബാറ്ററീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബാറ്ററി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് 1748. പക്ഷെ ടിപ്പിക്കൽ ഒരു ബാറ്ററി ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1800 അത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. ടിപ്പിക്കൽ ഒരു ബാറ്ററി നമ്മൾ ആദ്യമായിട്ട് ഒരു ബാറ്ററി എന്നുള്ള രീതിക്ക് ഫോർമേഷൻ സംഭവിക്കുന്നത് 1800 അലക്സാൻഡ്രോ വോൾട്ടയാണ്. ഇതാണ് വോൾട്ടാക് സെല്ലാണ് അങ്ങനെ ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ബാറ്ററി. ഫസ്റ്റ് അതെങ്ങനെയാ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കും കോപ്പറും സ്റ്റാക്ക് ചെയ്തിട്ട് അടക്കി വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഇലക്ട്രോലൈറ്റ്, ഒരു ബാറ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് ഇപ്പോ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ബാറ്ററി എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റൽസിന്റെ സിങ്ക് കോപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെറ്റൽ അയോൺസിന്റെ മൂവ്മെന്റ് കാരണം അവിടെ കെമിക്കൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ കൺവേർഷൻ വഴിയാണ് നമ്മുടെ ബാറ്ററി വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ സിങ്കിന്റെയും കോപ്പറിന്റെ അയോൺസ് മൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അതിന്റെ ഇടയിൽ കൊടുക്കണം ഈ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ് ഈ ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഏറ്റവും പണ്ട് ഫസ്റ്റ് അലക്സാൻഡ്രോ വോൾട്ട പ്രൊവൈഡ് ചെയ്ത ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന പോലെ കാർബോർഡും അതുപോലെ തുണി ബ്രൈൻ സൊല്യൂഷനിൽ, അതായത് ഉപ്പ് വെള്ളത്തിൽ മുക്കിയതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഒരു സെൽ എന്ന് പറയുന്നത് സിങ്ക് കോപ്പർ അടക്കി വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടുള്ള കാർബോർഡ് പീസ് അല്ലെങ്കിൽ തുണി അതിന്റെ ഇടയിൽ വെച്ചതാണ് ഫസ്റ്റ് ഒരു ബാറ്ററി ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോ അതിന്റെ ഇടയിൽ സിങ്കിന്റെ കോപ്പറിന്റെ അയോൺസിന്റെ മൂവ്മെന്റ് ആണ് ഈ ബാറ്ററി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വോൾട്ടാക് സെല്ലിന്റെ ഡെവലപ്മെന്റ് വന്നത് ഡാനിയൽ സെല്ല് ആണ്. നെക്സ്റ്റ് ഒരു സെല്ലായിട്ട് നമ്മൾ കാണുന്നത് ഡാനിയൽ സെല്ലാണ്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് സ്കൂളിലെല്ലാം പഠിച്ചു വന്ന സെൽ എന്ന് പറയുന്നത് ഡാനിയൽ സെല്ലായിരിക്കും. സെക്കൻഡ് വൺ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് വോൾട്ടാക് സെല്ലിനെ വെച്ചിട്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതും ഒരു ബാറ്ററിയുടെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ആനോഡ്സ് ആണ്. അതായത് ആനോഡ് ആൻഡ് കാഥോഡ്, ഇതാണ് ഇലക്ട്രോഡ്സ്. ഒരു ബാറ്ററിയുടെ ബേസിക് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇലക്ട്രോഡ്സ് ആണ്. 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും ആണുള്ളത്. അതില് ഡാനിയൽ സെൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്തതിനു ശേഷം ഈ അയോൺസ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സോൾട്ട് ബ്രിഡ്ജ് ത്രൂ ഈ അയോൺസ് മൂവ് ചെയ്യും. ഈ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഈ ഇവിടെ സിങ്കും കോപ്പറും എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതും ചില ആറ്റംസ് നമുക്കറിയാം അതിന് ഇലക്ട്രോൺസിനെ എടുക്കാനും ചില ആറ്റംസ് അല്ലെങ്കിൽ ചില എലമെന്റ്സിന് ഇലക്ട്രോൺസിനെ കൊടുക്കാനുമാണ് ടെൻഡൻസി ഉള്ളത്. അപ്പോ ഇവിടെ സിങ്ക് എന്ന് പറയുന്നത് ആറ്റംസിനെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്തിട്ട് കാഥോഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കോപ്പർ ഇലക്ട്രോഡാണ് ഇവിടെ കാഥോഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് ഈ ബാറ്ററിയുടെ വർക്കിംഗ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതാണ് ഒരു ബേസിക് ആയിട്ട് ബാറ്ററിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാനിയൽ സെല്ല് നമ്മൾ ഓൾറെഡി നമ്മൾ സ്കൂൾസിലെല്ലാം പഠിച്ചു വരുന്ന ഒന്നാണ്. അത് ബേസിക് ആയിട്ടുള്ള ബാറ്ററീസ്. അപ്പോ 1800 ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷെ ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ബാറ്ററീസിൽ ഒരു ബ്രേക്ക് ത്രൂ വരുന്നത് 1991 അത് ലിഥിയം അയോൺ ബാറ്ററിയാണ് ഏറ്റവും ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ട്, നിക്കൽ കാഡ്മിയം ബാറ്ററി ഉണ്ട്, നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററി ഒക്കെ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. പക്ഷെ ഏറ്റവും ബ്രേക്ക് ത്രൂ 1991 സോണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പോ
ബാറ്ററീസിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ ഫസ്റ്റ് അങ്ങനെയായിരുന്നെങ്കിലും ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത് 1991-ലാണ്. ഇനി ഓൾറെഡി നമ്മൾ ബാറ്ററീസിൽ പ്രൈമറി സെല്ലുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട്. ഈ പ്രൈമറി സെൽ എന്ന് പറയുമ്പോൾ റീചാർജബിൾ അല്ല. അതായത് നമുക്ക് ഇപ്പോ ക്ലോക്സിൽ, കൺവെൻഷണൽ ആയിട്ടുള്ള ക്ലോക്സിൽ അതല്ലെങ്കിൽ വാച്ചസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വൺ ടൈം യൂസ് ചെയ്യുന്ന നമ്മൾ ചാർജ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ് പ്രൈമറി സെൽ എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് നമുക്ക് റീചാർജ് ചെയ്ത് അതുപോലെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ് ആണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ഇവിടെ എനർജി റിവേഴ്സിബിൾ ആണ്. അതായത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും സംഭവിക്കുന്നുണ്ടാവും ബാറ്ററിയിൽ. ഇപ്പോ ആനോഡിന്ന് മെറ്റൽ അയോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്ത് അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കും. അവിടെ ഒരു റിയാക്ഷൻ സംഭവിച്ചിട്ട് നമ്മൾ അതിന്റെ ഡിസ്ചാർജ് സ്റ്റഡി ചെയ്യും. അതുപോലെ തിരിച്ച് കാഥോഡിന്ന് ഉള്ള അയോൺസ് ആനോഡിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചാർജ് സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെ അതാണ് ഡിസ്ചാർജ് ആൻഡ് ചാർജ് വരുന്നത്. അപ്പോൾ സെക്കൻഡറി സെല്ലാണ് നമ്മൾ റീചാർജബിൾ ബാറ്ററീസ് ആയിട്ട് പറയുന്നത്. സെക്കൻഡറി സെല്ലാണ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമറി സെൽസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൈമറി സെൽസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വൺ ടൈം യൂസ് ആണ്. സെക്കൻഡറി സെൽ നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അപ്പോ ഏറ്റവും ബാറ്ററീസിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആണ്. കുറച്ചും കൂടി നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഹെവിനെസ് ആണ്. ഒരുപാട് ഹെവി ആണ് ലെഡ് ആസിഡ് ബാറ്ററി. പക്ഷെ നമ്മൾ ഇപ്പോഴും കാറിലെല്ലാം യൂസ് ചെയ്യുന്ന ഒന്നാണ് ലെഡ് ആസിഡ് ബാറ്ററി. 1859 ഇൻവെന്റ് ചെയ്തതാണ്. ഫസ്റ്റ് റീചാർജബിൾ ബാറ്ററി ആയിട്ട് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിനെയാണ് പറയുന്നത്. പിന്നീട് നിക്കൽ കാഡ്മിയം ബാറ്ററിയും നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററിയും ലിഥിയം അയൺ ബാറ്ററിയും വന്നെങ്കിലും അതിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഏറ്റവും മോസ്റ്റ് വൈഡ് ആയിട്ടും മോസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററി ആയിട്ട് നമ്മൾ കാണുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ലിഥിയം അയൺ ബാറ്ററി നമ്മൾ ഇത്രയും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് അതിന് കുറെ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വൈഡ് ആയിട്ട് ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റാത്തൊരു പേരാണ് ഗുഡിനഫ് സർ. ജോൺ ബി ഗുഡിനഫ് സർ 2023 ജൂണിലാണ് അന്തരിച്ചത്. ഏറ്റവും 2019-ലാണ് സാറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഒരു ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത് ആ വ്യക്തി ജോൺ ഗുഡിനഫ് സർ ആണ്. സാറിന് നോബൽ പ്രൈസ് കിട്ടുന്നതും ലിഥിയം അയൺ ബാറ്ററീസിലാണ്. അതിന്റെ ഡെവലപ്മെന്റിലാണ് സാറിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇനി നമ്മള് ബാറ്ററീസിനെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോഴും ഒരു ബാറ്ററി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് അതിന്റെ പാർട്സ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഇവിടെ കാണുന്നതാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു ബാറ്ററി കേസ് ആണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ കാണുന്നത് നമ്മൾ റിസർച്ചിന് യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. റിസർച്ചേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഏറ്റവും അണ്ടറിൽ കാണാൻ പറ്റും കറന്റ് കളക്ടർ കാണാൻ പറ്റും. അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ കാഥോഡ് കോട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രൈമറി പറഞ്ഞ പോലെ സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്യുന്ന ഒരു ബാറ്ററി അല്ല നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ റീചാർജബിൾ ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീല് കറന്റ് കളക്ടറിൽ നമ്മുടെ കാഥോഡിനെ കോട്ട് ചെയ്യും. ഈ ലോവർ പോർഷൻ ആയിട്ടുള്ള കാഥോഡിനെ കോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഒരു ഇൻസുലേഷൻ സ്ലീവിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഫോർ ദ സെക്യൂരിറ്റി, സേഫ്റ്റി, അതിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഈ കാഥോഡിനെ കോട്ട് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ നമ്മളൊരു സെപ്പറേറ്റർ വെക്കും. ഒരു ബാറ്ററിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെപ്പറേറ്റർ. ഈ കാഥോഡിന്റെയും ആനോഡിന്റെയും ഇടയിൽ ഒരു സെപ്പറേറ്റർ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ കാഥോഡ് കോട്ട് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മേലെ നമ്മളൊരു സെപ്പറേറ്റർ പ്ലേസ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇലക്ട്രോലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നമ്മൾ ആനോഡ് പ്ലേസ് ചെയ്യും. ഈ ആനോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ലിഥിയം അയോൺ ആണ് ബാറ്ററി എന്നുണ്ടെങ്കിൽ ലിഥിയം ആയിരിക്കും ആനോഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് മിക്സ്ചർ, ഇപ്പൊ കാർബൺ മിക്സ്ചർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആനോഡ് നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരു ബാറ്ററി നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, ഇപ്പൊ സെപ്പറേറ്റർ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ആനോഡും കാഥോഡിന്റെ ഇടയിൽ ഒരു സെപ്പറേറ്റർ വെക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ സെപ്പറേറ്റർ ചൂസ് ചെയ്യുന്നത്. കാരണം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആനോഡും കാഥോഡും കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയും ബാറ്ററി പെർഫോമൻസ് ഡൗൺ ആവുകയും ബാറ്ററിയുടെ യൂസ് തന്നെ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ
അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ സെപ്പറേറ്റർ ഒരു സ്പെസിഫിക് വിഡ്ത്ത് ഉണ്ട്. മൈക്രോമീറ്ററിലാണ് നമ്മൾ സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പോളിപ്രൊപ്പിലിൻ, പോളി എത്തിലിൻ ഒക്കെ നമ്മൾ സെപ്പറേറ്റർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് പോളിപ്രൊപ്പിലിൻ ഓർ പോളി എത്തിലിൻ ഒക്കെ. അപ്പൊ ഈ സെപ്പറേറ്ററിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഈ സെപ്പറേറ്ററിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് ഒരു പെർട്ടിക്കുലർ തിക്നെസ്സിനും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ പെർഫോമൻസ് എന്നുള്ളതിനപ്പുറം അതൊരു എക്സ്പ്ലോഷന് പോലും റീസൺ ആവാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ സെപ്പറേറ്ററിന്റെ തിക്നെസ്. അതൊരു പെർട്ടിക്കുലർ തിക്നെസ്സിന് താഴേക്ക് പോരുത്. അത് പോയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോ അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇനി സംഭവിക്കുന്നത്, ഇപ്പൊ ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു ബാറ്ററി സ്റ്റഡി ചെയ്യുന്നത്, ഒരു ബാറ്ററി പെർഫെക്റ്റ് ആണോ, അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അത്യാവശ്യം എഫിഷ്യന്റ് ആയ ബാറ്ററി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിൾ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ലോങ് സൈക്കിളുള്ള നല്ല ലോങ് സൈക്കിളുള്ള ബാറ്ററിയാണ്, അതുകൊണ്ട് അത് ബെറ്റർ ആയിരിക്കും. അപ്പൊ ഈ സൈക്ലിംഗ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് വെച്ചിട്ടാണ്. അപ്പൊ ചാർജിങ് ഡിസ്ചാർജിങ് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ ആനോഡ്, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു ലിഥിയം മെറ്റലാണ് നമ്മൾ ആനോഡ് ആയിട്ട് യൂസ് ചെയ്യുക. ആ ലിഥിയം മെറ്റലിന് അയോൺസ് ഈ സെപ്പറേറ്റർ ത്രൂ, ഇലക്ട്രോലൈറ്റ് ത്രൂ കാഥോഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ കാഥോഡിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നു. ഈ കാഥോഡ് മെറ്റീരിയൽ, കാഥോഡായിട്ട് നമ്മൾ എടുക്കുന്നത് പല മെറ്റീരിയൽസ് ചൂസ് ചെയ്യാം. ഇപ്പോ ഞാൻ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തത്, ഞാൻ ലിഥിയം എയർ ബാറ്ററിയാണ് സ്റ്റഡി ചെയ്തത്. അവിടെ യൂസ് ചെയ്തത് ലാന്തനം, സ്ട്രോങ്ഷം, മാംഗനീസ്, നിക്കൽ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ കാഥോഡ് നമ്മൾ പല കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ആനോഡിൽ നിന്ന് വരുന്ന ലിഥിയം അയോൺസ് ഈ കാഥോഡിനായിട്ട് റിയാക്ട് ചെയ്യും. കാഥോഡിലെ എലമെന്റ്സിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു റിയാക്ഷൻ സംഭവിച്ചു. നമുക്ക് ആ ഒരു റിയാക്ഷൻ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് സൈക്കിള് സ്റ്റഡി ചെയ്യുന്നത്. ഡിസ്ചാർജ് സൈക്കിൾ നമ്മൾ ഫോം ചെയ്യുന്നത്. ആ ഡിസ്ചാർജ് സൈക്കിളിൽ എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളത് രീതിക്കാണ് നമ്മൾ ബാറ്ററി എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാറ്ററിയുടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ തിരിച്ച് ചാർജിങ് എന്ന് പറയുന്നത് കാഥോഡിൽ നിന്നുള്ള അയോൺസ് ആനോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന റിയാക്ഷൻ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ചാർജിങ് സൈക്കിൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു ബേസിക് അയോൺ ബാറ്ററിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിന്റെ ഉള്ളിലെ പാർട്സും. കാഥോഡ്, ആനോഡ്, സെപ്പറേറ്റർ, ഇലക്ട്രോലൈറ്റ്സ്, ഇത്രയും പാർട്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ലിഥിയം ബാറ്ററീസ് കോസിങ് പ്ലെയിൻ ഫയർസ്. ഇപ്പോ നമ്മള് ലിഥിയം ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കാർഗോയിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമ്മൾ സെപ്പറേറ്റ് പറയണം, സെപ്പറേറ്റ് നമ്മൾ കയ്യിൽ വെക്കണം. എന്തുകൊണ്ടായിരിക്കും? എന്താ വെച്ചാൽ ഹൈ പ്രഷറിൽ നമുക്ക് ഈ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് അത്ര എഫിഷ്യന്റ് അല്ല. കാരണം ഈ നമ്മൾ ഇലക്ട്രോലൈറ്റ് പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ കറന്റ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആണ്. അക്വസ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നോൺ അക്വസും ഉണ്ട്, അക്വസും ഉണ്ട്. എങ്കിലും ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൈലി ഫ്ലെയിമബിൾ ആണ്. നമ്മളിപ്പോ ഹൈ പ്രഷറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ വേരിയന്റ് ആകുമ്പോൾ അത് ഫ്ലെയിമബിൾ ആണ്. അതുകൊണ്ടാണ് പ്ലെയിൻ ഫയർസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നതും നമുക്കത് കാർഗോയിൽ കൊണ്ടുപോകാൻ പറ്റാത്തതും. പക്ഷെ അവിടെ തന്നെ ഈ വരാൻ പോകുന്ന വളരെ നല്ലൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് സോളിഡ് ഇലക്ട്രോലൈറ്റ്. ഇതുവരെ നമുക്ക് അത് കൊമേഴ്ഷ്യലി നമ്മൾ ഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഫ്യൂച്ചറിൽ വളരെയധികം വരാൻ പോകുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് സോളിഡ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പൊ സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ്ലി വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പ്ലെയിൻ ഫയർസ് ഫോം ചെയ്യുന്നതിനൊക്കെ ഒരു നിർത്തലായിരിക്കും. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും. അപ്പൊ ഇലക്ട്രോലൈറ്റ്സിന്റെ ചേഞ്ചസ് ഈ പറയുന്ന പ്രശ്നത്തിനെ കുറയ്ക്കാൻ ഒരു കാരണമാവും. അതുപോലെ ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ലിഥിയം അവൈലബിലിറ്റി ആണ്. ലിഥിയം വളരെ നമുക്ക് വളരെ കിട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ല ലിഥിയം. ലിഥിയം വളരെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ മെയിൻ പ്രൊഡക്ഷൻ വരുന്നത് ചൈനയിലും അതിന് അർജന്റീനയിലൊക്കെയാണ് അതിന്റെ ഒരു കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻസ്, മൈനിങ് ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രാജ്യത്തിലും വളരെയധികം കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല ലിഥിയം.
അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മറ്റൊന്നാണ് സോഡിയം അയൺ ബാറ്ററീസ്. ഈ സോഡിയം അയൺ ബാറ്ററീസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കാര്യം, സോഡിയം നമുക്ക് വളരെ അവൈലബിൾ ആണ്, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു എലമെന്റ് ആണ് സോഡിയം. അതുകൊണ്ട് ലിഥിയം അയൺ ബാറ്ററിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റീപ്ലേസ്മെന്റ് ആണ് സോഡിയം അയൺ ബാറ്ററീസ് കൊണ്ടുവരാൻ പോകുന്നത്. കുറച്ചും കൂടി എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കും സോഡിയം. പക്ഷെ സോഡിയം നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ല, പക്ഷെ പലയിടത്തും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് വരാൻ പെട്ടെന്ന് സാധ്യതയുള്ള ഒന്നുമാണ് സോഡിയം അയൺ ബാറ്ററീസ്. അതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അലൂമിനിയം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ചീപ്പറാണ്, കോപ്പറിനേക്കാൾ ചീപ്പറാണ് എന്നുള്ളത് ഒരു മാറ്റർ ആണ്. അതുപോലെ ഹയർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ സോഡിയത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ലിഥിയം അയണിനേക്കാൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ റേഞ്ച് കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോഡിയം ബാറ്ററീസ്. അതുപോലെ ഹയർ ലൈഫ് സൈക്കിൾസും. സൈക്ലിംഗ് പറയുമ്പോഴും നമ്മൾ സോഡിയം അയൺ ബാറ്ററിക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാനും ലൈഫ് സൈക്കിൾസ് കൂടുതലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിക്ക് സ്റ്റഡീസ് വരുന്നുണ്ട്. പക്ഷെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടില്ല ഇതുവരെ. നമുക്ക് അവൈലബിൾ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലിഥിയത്തിന്, എങ്കിലും ലിഥിയം അയൺ ബാറ്ററി ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റിൽ വളരെയധികം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലിഥിയം അയൺ ബാറ്ററി. അതുകൊണ്ട് പെട്ടെന്ന് സോഡിയം അയൺ ബാറ്ററി നമ്മുടെ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ട് വരണമെന്നില്ല. എങ്കിൽ കൂടി കുറച്ചും കൂടി സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം, കുറച്ചും ഡെവലപ്മെന്റ് ആയതിനു ശേഷം സോഡിയം അയൺ ബാറ്ററീസ് ഒരു പോസിബിലിറ്റി ആണ്. ലിഥിയം അയൺ ബാറ്ററിക്ക് ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സോഡിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷെ ചലഞ്ചസ് ഓഫ് സോഡിയം അയൺ ബാറ്ററീസ് എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി കുറച്ചും കൂടി കുറവാണ്. ലിഥിയത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നതും എനർജി ഡെൻസിറ്റി വളരെ കൂടിയൊരു മെറ്റലാണ് ലിഥിയം. അതിന്റെ തിയററ്റിക്കൽ കപ്പാസിറ്റി തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി അതിന് നല്ലൊരു കപ്പാസിറ്റി കിട്ടാൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ് ലിഥിയം. അതുകൊണ്ട് ലിഥിയത്തിന് വെച്ച് നോക്കുമ്പോൾ ലിഥിയത്തിന്റെ എനർജി ഡെൻസിറ്റി വളരെ കുറവാണ്. അതുപോലെ സൈക്കിൾ ലൈഫ് എന്നുള്ളതും, സൈക്കിൾ ലൈഫ് ഉണ്ടെങ്കിൽ കൂടി അത് പ്രാക്ടിക്കലി പ്രൊവൈഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ ക്രൈറ്റീരിയ ചേഞ്ച് ആവാം. സോഡിയം ബാറ്ററീസിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മെറ്റീരിയൽ ഡെവലപ്മെന്റ്സ് എല്ലാം ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓൾറെഡി അതുപോലെ മാർക്കറ്റിൽ ലിഥിയം അയൺ ബാറ്ററി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് നമുക്ക് സോഡിയം അയൺ ബാറ്ററീസ് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വന്നു. ഈ ലിഥിയം അയൺ ബാറ്ററീസിന് ഒരു കോമ്പറ്റീഷൻ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു പോസിബിലിറ്റി ആണ്. അതുപോലെ ഈ എക്സ്പ്ലോഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ബാറ്ററീസിൽ ഇപ്പൊ ഫോൺ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഗാലക്സി നോട്ട് 7 എന്ന് പറയുന്ന ഫോൺ. അത് സാംസങ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2016 തോന്നുന്നു. ഇയർ 2016 ആണെന്ന് തോന്നുന്നു. ഗാലക്സി നോട്ട് 7 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മൊത്തമായിട്ട് പിൻവലിച്ചൊരു ബാറ്ററി, അല്ലെങ്കിൽ മൊത്തമായി പിൻവലിച്ചൊരു ഫോണാണ് ഗാലക്സി നോട്ട് 7. കാരണം ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഇതിലെ ബാറ്ററീസ് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഈ ഫോൺ റിലേറ്റഡ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ പ്രശ്നം വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ ഇപ്പൊ കറന്റ് അവൈലബിൾ അല്ല. അത് ഓൾറെഡി അവർ പിൻവലിച്ചു, കമ്പനി തന്നെ പിൻവലിച്ച ഒരു ഫോണാണ് ഗാലക്സി നോട്ട് 7. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബാറ്ററിയുടെ സെപ്പറേറ്ററിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ബാറ്ററിയിൽ. അപ്പോൾ ഗാലക്സി നോട്ട് 7 സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സെപ്പറേറ്റർ ഫോം ചെയ്യുമ്പോൾ ഈ ബാറ്ററി കുറച്ചും കൂടി കോമ്പാക്ട് ആവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്ററിന്റെ തിക്നെസ് ഒരു ലിമിറ്റിനും കുറച്ച് താഴേക്ക് കുറച്ചു. അങ്ങനെ കുറച്ചത് കൊണ്ട് റിസർച്ച് ഇപ്പൊ ലബോറട്ടറി സ്കെയിൽ നോക്കുമ്പോൾ റിസർച്ച് സ്കെയിലൊക്കെ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് ഹൈ ടെമ്പറേച്ചറിലേക്ക് വന്നപ്പോ ഈ തിക്നെസ് കുറയുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉള്ളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോലൈറ്റ് എന്ന് ഒക്കെ ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബാറ്ററിയുടെ ഉള്ളിൽ തന്നെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബൾജ് ചെയ്തിരിക്കാനും അതുപോലെ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത കൂടി. അപ്പൊ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പെർട്ടിക്കുലർ തിക്നെസ്സിനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, എന്ത് കാരണം കൊണ്ടാണെങ്കിലും. അപ്പൊ അതിന്റെ താഴേക്ക് കൊണ്ടുവന്നുള്ള ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഇതിന്റെ വൺ ഓഫ് ദി പോസിബിലിറ്റി ഓഫ് ദിസ് ഈ ഫോണ് തിരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് എടുത്തു കളയാനുണ്ടായ ഒരു കാരണം അതാണ്. വൺ ഓഫ് ദ റീസൺ ആണ് ഇങ്ങനെ ബാറ്ററി എക്സ്പ്ലോഡ് ചെയ്യാനുള്ള. ഇപ്പൊ ഒരുപാട് റീസൺസ് ഉണ്ട്, ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അതല്ലാതെ
മാനുഫാക്ചറിങ് റീസൺസ് ഒക്കെ ഉണ്ട്. അതിലൊരു റീസൺ ആണ് ഈ സെപ്പറേറ്ററിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഒക്കെ ഈ ബാറ്ററി എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ്. അതുപോലെ ടെമ്പറേച്ചർ, ഇപ്പൊ ഈ റിസർച്ചേഴ്സ് പലപ്പോഴും നടക്കുന്നത് കോൾഡ് ക്ലൈമറ്റിലുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഉള്ള ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ അതും ബാറ്ററീസിനോ അതും നമുക്ക് ഈ ബാറ്ററീസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പ്രൊലോങ്ഡ് യൂസ്, ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ ബാറ്ററീസിന്റെ പെർഫോമൻസ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊരിക്കലും എക്സ്പ്ലോഷനിലേക്ക് പോകുന്നൊന്നല്ല, പക്ഷെ ബാറ്ററീസിന്റെ പെർഫോമൻസ് താഴേക്ക് പോകും എന്നുള്ള ഒരു കാര്യമാണ്. അത് അത്രയും സൈസ് ഓഫ് ദ സെപ്പറേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബാറ്ററി എക്സ്പ്ലോഡ് ചെയ്യാൻ കാരണമാകുന്ന ഒരു കാരണം കൂടിയാണ് സെപ്പറേറ്ററിന്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പലപ്പോഴും ബാറ്ററി ഫോൺ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ഇതാണെങ്കിലും മറ്റു പല റീസൺസ് യൂസേജിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന പ്രശ്നം കൊണ്ടും, ഇപ്പൊ ഇലക്ട്രോലൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രഷർ, ഒരു ടെമ്പറേച്ചർ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരാനും എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബാറ്ററി നല്ല രീതിയിൽ വർക്ക് ആവുള്ളൂ. ഇനി ഫ്യൂച്ചർ ബാറ്ററീസിൽ ഇനി വരാൻ പോകുന്ന മെയിൻ ഒന്നാണ് ലിഥിയം എയർ ബാറ്ററി. ലിഥിയം എയർ ബാറ്ററിയുടെ ഒരു പ്രത്യേകത, ഇതുവരെ അത് കൊമേഴ്ഷ്യലി അവൈലബിൾ അല്ല, ഇനി അണ്ടർ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ലിഥിയം എയർ ബാറ്ററി. ഇപ്പൊ നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ലിഥിയം എയർ ബാറ്ററിയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാട് സ്പെസിഫിക് എനർജി വളരെ കൂടുതൽ തരാൻ സാധ്യതയുള്ള ഒരു ബാറ്ററിയാണ് ലിഥിയം എയർ ബാറ്ററി. ഈ ലിഥിയം എയർ ബാറ്ററിയുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കാഥോഡ് എന്ന് പറഞ്ഞല്ലോ, ഈ കാഥോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയോൺ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നതിന്റെ എയർ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പോറസ് കാഥോഡ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു നിക്കൽ മെഷിലൊക്കെ ആയിരിക്കും കാഥോഡ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. നിക്കൽ മെഷിൽ കോട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ, നമ്മൾ എയർ ബാറ്ററി എന്ന് പറയുമ്പോൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ബാറ്ററിയിലേക്ക് നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓക്സിജന്റെ പാസേജിന് വേണ്ടിയിട്ട് നമ്മൾ നിക്കൽ മെഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയാണ് ഈ എയർ ബാറ്ററി വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതും എയർ ബാറ്ററി ആയതുകൊണ്ടും എയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ അതൊരു കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർ ബാറ്ററി ആയതുകൊണ്ടും എയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഇൻകൺസിസ്റ്റന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് റീപ്രൊഡ്യൂസബിലിറ്റി കുറച്ചും കൂടി കുറവാണ് ലിഥിയം എയർ ബാറ്ററിക്ക്. പക്ഷെ അണ്ടർ ഡെവലപ്മെന്റ് ആണ്, റിസർച്ചസ് ആർ ഓൺ ഗോയിങ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ഡിസഡ്വാൻറ്റേജസ് നമുക്ക് സ്റ്റഡി ചെയ്ത് ഇംപ്രൂവ് ആവുന്നതാണ്. പക്ഷെ ലിഥിയം എയർ ബാറ്ററി എന്തുകൊണ്ടും വളരെ നല്ലൊരു പോസിബിലിറ്റി ആണ്. ബാറ്ററീസിൽ വരാൻ പോകുന്നതിൽ വലിയൊരു പോസിബിലിറ്റി ആണ് എയർ ബാറ്ററി എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോ അടുത്ത് വന്നിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആണ് BYD. BYD എന്ന് പറയുന്നത് ബാറ്ററീസിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് BYD. ചൈനീസ് കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അവരിപ്പോ ബ്ലേഡ് ബാറ്ററി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലേഡ് ബാറ്ററീസ് എന്ന് പറയുമ്പോഴും ലിഥിയം തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലേഡ് ബാറ്ററി അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഒരു പുതിയ രീതിയാണ്. അതായത് യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ്, നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് വഴിയാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് വഴി ഇവര് പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി സേഫ് ആണ്, ലോങ്ങെവിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, പവർഫുൾനെസ് ഉണ്ട് എന്നുള്ളത്. ഈ നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പെനട്രേഷൻ ഈ ബാറ്ററിയിലൂടെ പെനട്രേറ്റ് ചെയ്ത് വിടുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഇപ്പോ ബാറ്ററിയുടെ ഉള്ളിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ സാധാരണ നിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോ ഒരുപാട് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ സർഫസിലും ഒരുപാട് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ബ്ലേഡ് ബാറ്ററീസിലേക്ക് വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. ലിഥിയം അയൺ ബാറ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സാധാരണ കൺവെൻഷണൽ ബാറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ബ്ലേഡ് ബാറ്ററീസിൽ കുറച്ചും കൂടി ഈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരിക്കൽ ഫയർ എക്സ്പ്ലോഷൻ എന്നുള്ള ഒരു സാധ്യത വളരെ തീരെ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത ഒന്നാണ് ബ്ലേഡ് ബാറ്ററീസ് എന്ന് പറയുന്നത്. അതും ഒരു പോസിബിലിറ്റി ആണ്
ഇപ്പോൾ കറന്റ്ലി നമുക്ക് അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ബ്ലേഡ് ബാറ്ററീസ് എന്ന് പറയുന്നത്. 2020 അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാറ്ററീസ് ചെക്ക് ചെയ്യാൻ, ബാറ്ററീസ് പെർഫെക്റ്റ് ആണോ, ബാറ്ററീസിന്റെ ഈ തെർമൽ റണ്ണവേ അതല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇഷ്യൂ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നെയിൽ പെനട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബാറ്ററീസിന്റെ ഉള്ളിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ പെനട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം, ഇപ്പൊ ഒരു ബാറ്ററിക്ക് എത്രത്തോളം അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം ലോങ് ലൈഫ് നിൽക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് വഴി ചെക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അടുത്ത് ലോഞ്ച് ചെയ്തതാണ് ബ്ലേഡ് ബാറ്ററീസ്. അതൊരു പോസിബിലിറ്റി ആണ്. അപ്പൊ ഇത്രയും പോസിബിലിറ്റീസ് നമുക്കുണ്ട്. ബാറ്ററീസ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പോസിബിലിറ്റീസ് വരും. ഇപ്പോ ഈ ബാറ്ററീസിൽ തന്നെ ഓരോ ചെറിയ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴും അതിന്റെ എഫിഷ്യൻസിനെ വളരെയധികം എഫക്ട് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആനോഡിൽ വരുന്ന ചെറിയ ചേഞ്ച്, കാഥോഡ് ഇപ്പോ നമ്മൾ ഒരു കോമ്പിനേഷൻ ഒക്കെ ആയിട്ടാണ് എടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യുന്നിടത്ത് ലാന്തനം ആൻഡ് സ്ട്രോങ്ഷൻ മാംഗനീസ് നിക്കൽ കോമ്പിനേഷൻ ആണ് നമ്മൾ കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ ഓരോന്നിന്റെയും പ്രൊപ്പോർഷൻ മാറുമ്പോൾ അത് ബാറ്ററിയുടെ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഇലക്ട്രോലൈറ്റിന്റെ ക്വാണ്ടിറ്റി, സെപ്പറേറ്ററിന്റെ തിക്നെസ്, അതുപോലെ ഒരു ബാറ്ററിയിലെ ഒരു ചെറിയ എലമെന്റ്സും ഈ ബാറ്ററിയുടെ എഫിഷ്യൻസിനെയും സൈക്കിൾ ലൈഫിനെയും എല്ലാത്തിനെയും എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓരോ ചെറിയ പോർഷൻസ് ഇംപ്രൂവ് ആക്കിയിട്ടാണ് നമ്മൾ ബാറ്ററി റിസർച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോ ബാറ്ററിയിലെ റിസർച്ചസ് ആർ ഓൺഗോയിങ് ആണ്. ഇനിയും ഒരുപാട് ഇന്നോവേറ്റീവ് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ട് എനിക്ക് ബാറ്ററീസിനെ കുറിച്ച് സംസാരിക്കാനുള്ള. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിൽ കൂടി നമുക്ക് ബേസിക് ആയിട്ട് ബാറ്ററീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാന്ദ്ര. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബാറ്ററീസിനെ കുറിച്ചും വളരെ ബേസിക്കിൽ നിന്നും സ്റ്റാർട്ടായി അതിന്റെ ഓരോ ടെക്നോളജിക്കൽ ചാലഞ്ചസും എല്ലാം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഹാൻഡ് റൈസ് ചെയ്യാം. ആദ്യമായിട്ട് ജയറാമൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സോ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ. പൗലോസ് തോമസ് ഒരു ഹാൻഡ് റൈസ് കാണുന്നുണ്ട്. ഓക്കെ, ഹലോ, കേൾക്കാമോ? കേൾക്കാം. പൗലോസ് തോമസ് ആണേ. ഓക്കെ, എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള, നമ്മളെ ഈ മൊബൈൽ ടെക്നോളജിയിൽ പോളിമർ ടൈപ്പ് ബാറ്ററി എന്ന് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് പലപ്പോഴുമായിട്ടും. അത് എന്താണെന്നൊന്ന് പറയാമോ, ഈ പോളിമർ ടൈപ്പ് ബാറ്ററി എന്ന് പറയുന്നത്? പോളിമർ ടൈപ്പ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. പക്ഷെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാറ്ററീസ് പറഞ്ഞല്ലോ. അതിൽ തന്നെ ഇപ്പോ സോളിഡ് ഇലക്ട്രോലൈറ്റ് ബാറ്ററി എന്ന് പറയുന്ന പോലെ പോളിമർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റ് മാറുമ്പോൾ, ഇപ്പോ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് വരുമ്പോൾ നമ്മൾ ഇത് നോൺ അക്വസ് ബാറ്ററീസ് എന്ന് പറയും. അതായത് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നോൺ അക്വസ് ബാറ്ററി എന്ന് പറയുന്നത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. അതുപോലെ ഇപ്പോ ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം ആനോഡായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററീസിനെയാണ് ലിഥിയം അയൺ ബാറ്ററീസ് എന്ന് പറയുന്നത്. അതുപോലെ പോളിമർ ബാറ്ററി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് പോളിമർ ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ബാറ്ററിനെ പോളിമർ ബാറ്ററീസ് എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള നോളജ് ഇല്ല. കാരണം ഞാൻ അതിൽ റിസർച്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ എയർ ബാറ്ററി ആൻഡ് അയോൺ ബാറ്ററീസ് ആണ് എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്ന ഏരിയ വരുന്നത്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത്, നമ്മുടെ മൊബൈലില് വളരെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജീസ് അവൈലബിൾ ആണല്ലോ. അപ്പൊ ഈ ബാറ്ററീസിനെ എങ്ങനെയാണ് നമ്മളൊരു നോർമൽ ചാർജിങ് ലെവലിൽ നിന്ന് ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ടെക്നോളജി എന്താണ്? ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് കൊണ്ടുവന്നത് അത് ബാറ്ററി കപ്പാസിറ്റി. ഇപ്പൊ നമ്മള് ബാറ്ററി കപ്പാസിറ്റി കൂട്ടുക എന്ന് പറയും. ഇപ്പോ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ചും നമുക്ക് ഈ ചാർജിങ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ കിലോ വാട്ട് ബാറ്ററി നമ്മളിപ്പോ എത്രയാണ് വാട്ട് അവർ 80 വാട്ട് അവർ അല്ലെങ്കിൽ 100 വാട്ട് അവർ ബാറ്ററീസ് ഉണ്ട്. പല റേഞ്ചിലുള്ള ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ 80 വാട്ട് അവർ 100 വാട്ട് അവർ എന്നൊക്കെ പറയുന്നത് കപ്പാസിറ്റി കൂടിയ ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ്.
അത് ഇപ്പൊ ലിഥിയം അയൺ ബാറ്ററിക്ക് അതിന് ഏറ്റവും മാക്സിമത്തില് നമുക്കിപ്പോ കിട്ടുന്ന ഒന്നാണ് ലിഥിയം അയൺ ബാറ്ററി. അതിന് കപ്പാസിറ്റി വളരെ കൂടുതലാണ് ഈ ബാറ്ററീസ്. ആ കപ്പാസിറ്റി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവാനും ആ ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിള് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും ഉള്ള ഒരു എഫിഷ്യൻസി കൂടിയത് കൊണ്ടാണ് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നതും കപ്പാസിറ്റി കൂടിയിട്ടുള്ള ബാറ്ററീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നതാണ്. അതുപോലെ പക്ഷേ ഈ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ചാർജ് കുറച്ച് കഴിയുമ്പോൾ ചാർജിങ് ഡ്രോപ്പ് ആവുന്നു, അതല്ലെങ്കിൽ മൊബൈൽസിന്റെ കുറെ യൂസേജ് കഴിയുമ്പോൾ ചാർജിങ് ഡ്രോപ്പ് ആവുന്നു എന്നുള്ളത്. അതിൽ ഒരു കാര്യം നമ്മൾ യൂസേജ് ഇപ്പോ ലിഥിയം അയൺ ബാറ്ററിക്കൊക്കെ 15 ഇയേഴ്സ് വരെ അതിന്റെ സ്റ്റെബിലിറ്റി പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അത്രയും 15 ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാലും ഇത് തന്നെയാണ്, അതിന്റെ കപ്പാസിറ്റി, സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കൂടിയിട്ടുള്ള കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ലിഥിയം അയൺ ബാറ്ററി. ഈ സ്പെസിഫിക് കപ്പാസിറ്റി കൂടുമ്പോൾ ഈ ചാർജിങ് നിൽക്കാനുള്ളതും ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള കാര്യവും കൂടി വരുന്നുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺസിൽ ഏറ്റവും കൂടുതൽ ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്യാനുള്ള ഒരു റീസണും അതുകൊണ്ട് തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റി 15 ഇയേഴ്സ് വരെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോങ് ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ ലെഡ് ആസിഡ് ബാറ്ററീസിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത ഈ പറഞ്ഞ പോലെയല്ല, ലോങ് ലാസ്റ്റ് ചെയ്യില്ല. എന്നുവെച്ചാൽ 15 ഇയേഴ്സ് വരെ നമുക്ക് കിട്ടും എന്നുള്ളതില്ല. ഒരു 5 to 10 ഇയേഴ്സിന്റെ ഇടയിലേക്ക് ലെഡ് ആസിഡ് ബാറ്ററി മാക്സിമം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒക്കെ കാര്യം എന്തുകൊണ്ട് അത് ഫാസ്റ്റ് ചാർജിങ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി കൂടിയ ബാറ്ററീസ് ആണെങ്കിൽ അത് ഫാസ്റ്റ് ചാർജിങ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ സ്പെസിഫിക് കപ്പാസിറ്റി ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ചാർജിങ്ങിന്റെ റേറ്റും ചേഞ്ച് ആയിട്ട് വരും. പിന്നെ വേറൊരു സംശയം തോന്നിയത്, ഈ ഓവർ വോയിസ് കേൾക്കുന്നില്ല. നമ്മൾ സമയം ചാർജ് ചെയ്ത് അതോ ബാറ്ററി തന്നെ കൂടുതൽ ഈ പറയുന്ന എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഓവർ ചാർജിങ് എന്ന് പറയുന്നത്? ഓവർ ചാർജിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പൊ നമ്മൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിന് ഒരു വോൾട്ട് കൊടുക്കും. ഇപ്പൊ നമ്മളെ ബാറ്ററിയിൽ എഴുതിയിട്ടുണ്ടാവും 3.6 വോൾട്ട്, അങ്ങനെ ഒരു സ്പെസിഫിക് വോൾട്ട് കൊടുക്കും. ഒരു റേഞ്ച് ഉണ്ടാവും. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിന്റെ ഒരു റേഞ്ച് നമ്മൾ കൊടുക്കും. ഇപ്പോ 2 to 4.5 വോൾട്ടിലാണ് നമ്മൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സാധാരണ എയർ ബാറ്ററിയിലോ അല്ലെങ്കിൽ അയൺ ബാറ്ററിയിലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 2 to 4.5 ആണ് അതിന്റെ റേഞ്ച്, വോൾട്ടേജ് കൊടുക്കുന്ന റേഞ്ച്. അത് നമ്മൾ കൂട്ടി കൊടുക്കുക 4.5-ന് അപ്പുറം അല്ലെങ്കിൽ 2-ന് താഴെ ഒരുപാട് കൂട്ടി കൊടുക്കുന്നത് അത് ഓവർ ചാർജിങ് ആണ്. അതായത് ചാർജിന്റെ റേഞ്ച് മാറുന്നത് ഓവർ ചാർജിങ് ആണ്. ഈ 2.5 to 4.5 2 to 4.5 ഇലക്ട്രോൺ വോൾട്ടിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ആ റേഞ്ച് മാറ്റുന്നത്. ഇപ്പോ ചില ബാറ്ററി നമ്മള് ചാർജിങ് ടൈം കൂട്ടുമ്പോഴാണോ ഈ റേഞ്ച് മാറിപ്പോകുന്നത്? അല്ലല്ല, അത് ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് മാനുഫാക്ചറിങ് ടൈമിൽ ചിലത് ചേഞ്ച് ആക്കും. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും അത് ചേഞ്ച് ആക്കി നോക്കുമ്പോൾ ബാറ്ററി വർക്ക് ചെയ്യില്ല. ഓവർ റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററീസിന് അത് ബാറ്ററിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ഓവർ ചാർജിങ് എന്ന് പറഞ്ഞത് ഈ മാറ്റർ ആണെങ്കിൽ കൂടി ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 80 to 20-യുടെ ഇടയിൽ ചാർജ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അത് സൈക്ലിങ്ങിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ബാറ്ററിയുടെ പെർഫോമൻസ് നന്നായിരിക്കാൻ വേണ്ടി എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ 20-യുടെ 80-യുടെ ശതമാനത്തിന്റെ ഉള്ളിൽ ചാർജ് എപ്പോഴും ചെയ്തിരിക്കുക, 80-യുടെ താഴേക്ക് വരുമ്പോൾ ചാർജ് ചെയ്യാന്ന് പറയുന്നത്. ഈ ഓവർ ചാർജിങ് മെയിൻ പ്രശ്നം കിടക്കുന്നത് അതല്ല. ഇപ്പൊ ഇൻബിൽറ്റ് ആയിട്ട് ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു വോൾട്ടേജ് റേഞ്ച് കൊടുക്കും. 2 തൊട്ട് 4.5 വരെയാണ് ആ റേഞ്ച് സാധാരണ കൊടുക്കാറ് ഒരു ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിളിൽ. ആ റേഞ്ച് ഒരുപാട് മാറ്റുന്നത് ബാറ്ററിനെ എഫക്ട് ചെയ്യും. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ക്ലാസ് വളരെ നല്ലതായിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് നിർത്തിയേക്കാം. അതായത് ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തു, സോളിഡ് ഇലക്ട്രോലൈറ്റുകൾ നമ്മള് ഓൺഗോയിങ് സ്റ്റഡീസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് കാർ ബാറ്ററീസ് അല്ലാതെ തന്നെ നമ്മള് മോട്ടോർ സൈക്കിളിനൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ബാറ്ററി ചാർജ് കുറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ടെക്നീഷ്യന്റെ അടുത്ത് ചെന്നിട്ട് അതിനകത്ത് ഇലക്ട്രോലൈറ്റ് റീഫിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബൈക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, മോട്ടോർ സൈക്കിൾ വരുമ്പോൾ ആമറോൺസിന്റെ ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ അവർ പറയും ഇതിനകത്ത് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഇത്ര വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റുക.
അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഈ സോളിഡ് ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണോ അതോ ലിക്വിഡ് ഫോം ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ല, നമ്മള് സോളിഡ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ കാറിൽ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ ഒരു ലെവല് ഒരു ടൈം കഴിയുമ്പോൾ ലെവല് ചേഞ്ച് ചെയ്യുക, ഇലക്ട്രോലൈറ്റ് ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ റീയൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സോളിഡ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ സ്റ്റഡീസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരുപാട് കാലം കഴിയുമ്പോൾ ബാറ്ററീസ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് മറ്റ് ബാറ്ററീസ് ആയിരിക്കും. അതൊരിക്കലും സോളിഡ് ഇലക്ട്രോലൈറ്റ് ബാറ്ററീസ് ആയിരിക്കില്ല, ലിക്വിഡ് തന്നെ ആയിരിക്കും. ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് തന്നെ, പക്ഷെ റീഫില്ലിംഗ് എന്നുള്ളത് റീഫില്ലിംഗ് ആവശ്യമില്ലാത്ത ടൈപ്പ് ഓഫ് ബാറ്ററീസും ഉണ്ട്. ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററി കൂടുതൽ റീഫില്ലിംഗ് ഉള്ള ബാറ്ററീസ് ആണ്. അത് കുറച്ചും കൂടി നമുക്ക് യൂസേജ് എളുപ്പമായിരിക്കും. പക്ഷെ റീഫില്ലിംഗ് ഇല്ലാത്തത് ടൈപ്പ് ഓഫ് ബാറ്ററീസും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്, നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നതാണ്. അതെല്ലാം സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് അല്ല. സോളിഡ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ടല്ല റീഫില്ലിംഗ് അല്ലാത്ത ബാറ്ററി ആണെന്ന് പറയുന്നത്. റീഫില്ലിംഗ് അല്ലാത്ത ബാറ്ററി നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതിലും ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് അല്ല. ഓക്കെ സാന്ദ്ര, മറ്റു കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചാറ്റിൽ. ഞാൻ ചോദിച്ചോട്ടെ, വിലാമനാണ് ഇപ്പൊ എനിക്ക് സംസാരിക്കാം. ഓക്കെ, ചോദിച്ചോളൂ പ്ലീസ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇലക്ട്രിക് ടൂ വീലറിന്റെ കടയിൽ പോയപ്പോ അവര് പറഞ്ഞു ഇപ്പൊ അവരുടെ ഏതൊരു ബ്രാൻഡിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് വരുന്നത്, അതിന് 8 വർഷം വരെ വാറന്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ലിഥിയം ഫോസ്ഫേറ്റ് ആണോ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ, ഇപ്പൊ ഈ ഫ്യൂവൽ സെൽസിൽ ഹൈഡ്രജൻ അല്ലാതെ മറ്റ് ഇൻപുട്സും മീറ്റൈനും ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈവൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലും ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ സെൽസ് പലതും സ്റ്റഡി നടക്കുന്നുണ്ടെന്നോ. അപ്പോൾ ഹൈഡ്രജൻ അല്ലാത്ത അതിനെന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നതാണ് 2 ചോദ്യം. പിന്നെ ഒരു സാധനം നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ആഡ് ഓൺ, അദ്ദേഹം ചോദിച്ചത് ഓവർ ചാർജിങ് എന്ന് പറയുന്നത് കൂടുതൽ സമയം ചാർജ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു. നമ്മളിപ്പോ നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും ബാറ്ററീസ് ആയാലും സെയിം വോൾട്ടേജ് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. അവിടെ ഒരു വോൾട്ടേജ് വേരിയേഷൻ വരുന്നില്ല. പക്ഷെ നമ്മൾ ചാർജ് ആയ ബാറ്ററി പിന്നെയും ചാർജ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വോൾട്ടേജ് വേരിയേഷൻ കൊണ്ടല്ല ഓവർ ചാർജിങ് വരുന്നത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഓവർ ചാർജിങ് എന്ന് പറഞ്ഞത്, ഇപ്പൊ ബാറ്ററീസ് ഓവർ ചാർജ് ചെയ്യുന്നത് ഒരു പ്രശ്നം തന്നെയാണ്, ബാറ്ററിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു 100% ചാർജിലേക്ക് എപ്പോഴും നമ്മുടെ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ ഫോൺ, ലാപ്ടോപ്പ് ഒക്കെ 100% എപ്പോഴും ചാർജ് ആക്കി വെക്കുന്നത് ബാറ്ററിയുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് 80% താഴേക്ക് വരുമ്പോൾ മാത്രം ചാർജ് ചെയ്യുക, ഏറ്റവും ലോവിലേക്ക് പോവാതെ 30% മേലേക്കൊക്കെ ആകുമ്പോഴേക്കും ചാർജ് ചെയ്യാന്നുള്ളൊരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ബാറ്ററി പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യം അതാണ്. അപ്പോൾ ഈ ഓവർ ചാർജിങ് എന്ന് ഞാൻ എന്റെ സ്ലൈഡിലും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ 2 to 4.5 ഇലക്ട്രോൺ വോൾട്ടിൽ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നൊരു വോൾട്ടേജ് റേഞ്ച് ഉണ്ട് നമ്മുടെ ചെക്കിങ്ങിന്. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ചാർജ് ചെയ്യുന്നതും ബാറ്ററി പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പൊ ലിഥിയം ഫോസ്ഫേറ്റ് ആണോ എന്ന് ചോദിച്ചു. ലിഥിയം ഫോസ്ഫേറ്റ് ആണോ ഇപ്പൊ 6 years വാറന്റി പറയുന്നതെങ്കിലും ലിഥിയം അയൺ തന്നെയാണ് വളരെ വൈഡ് ആയിട്ടും വളരെ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി. അതുകൊണ്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതല്ല, പക്ഷെ നമ്മൾ ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. പക്ഷെ ലിഥിയം അയൺ ബാറ്ററിക്കും 10 years വരെ വാറന്റി വരുന്നതൊക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ ലിഥിയം ഫോസ്ഫേറ്റ് എന്നുള്ളതും ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പൊ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് വരുന്നതാണ്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ബാറ്ററീസ് ഉണ്ട്. ലിഥിയത്തിന്റെ തന്നെ പല വേരിയൻസും നമുക്ക് ആക്റ്റീവ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ഓൾറെഡി അവൈലബിൾ ആണ്. അത് പല റേഞ്ചിൽ നമുക്ക് വാറന്റി അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. പല റേഞ്ചിൽ നമുക്ക് അതിന്റെ ലോങ് ലൈഫ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അതാണ് ഏറ്റവും ബെറ്റർ ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം നമുക്ക് പറയാവുന്നത്, കറന്റ്ലി ലിഥിയം അയൺ ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ വൈഡ് ആയിട്ടും ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടും പോകുന്ന ഒരു ടെക്നോളജി ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുകൊണ്ട് ലിഥിയം അയൺ ബാറ്ററി കറന്റ്ലി കുറച്ചും കൂടി ബെറ്റർ ആണ് എന്ന് പറയാൻ പറ്റും. അതിന്റെ തന്നെ പല വേരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററീസ് ഉണ്ട്. താങ്ക് യു.
താങ്ക് യു. സന്ദ്ര, മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കമന്റ്സിലുണ്ട്. വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അനന്തു, പ്രദോഷ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ Yeah. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. ഹലോ ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. മാം, എൻ്റെ പേര് നന്ദന എന്നാണ്. എനിക്കും ഈ ഡൗട്ട് വന്നത് ഇപ്പൊ പറഞ്ഞില്ലേ ഓവർ ചാർജിങ്ങിന്റെ കാര്യം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഫോണുകളിലൊക്കെ നമ്മൾ ഓവർ ചാർജിങ് തടയാനുള്ള മെക്കാനിസം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതോ സത്യത്തിലുള്ളതാണോ? ഓവർ ചാർജിങ് തടയാനുള്ള മെക്കാനിസം ഉണ്ട് എന്നുള്ളത് എനിക്ക് കറന്റ് എനിക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഓവർ ചാർജിങ് തടയാനുള്ള മെക്കാനിസം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും പറയുന്നത്, ഇപ്പൊ ഫോൺ ചാർജിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ ചാർജിങ് നിർത്തുക എന്നുള്ളതാണ് ബാറ്ററി പെർഫോമൻസിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ഫോണിന്റെ ബാറ്ററി പെർഫോമൻസിന് നല്ലതായിട്ടുള്ള കാര്യം. അതിന് മെക്കാനിസം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ട് അതേപോലെ അല്ലെങ്കിൽ ഇല്ല തന്നെ എന്നുള്ള. ഈ 100% ബാറ്ററി ചാർജ് ആക്കാൻ പാടില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും അത് ഈ ബാറ്ററി പെർഫോമൻസിനെ ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് 100% ചാർജിലേക്ക് പോകുമ്പോൾ അപ്പോഴും അവിടെ കട്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ 100% ചാർജിലേക്ക് പോകുമ്പോൾ ഈ ബാറ്ററി പെർഫോമൻസ് എപ്പോഴും നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ഈ ചാർജ് സൈക്കിളിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബാറ്ററിയുടെ പെർഫോമൻസിനെ ബാധിക്കും. നമ്മളിപ്പോ ഒരാള് നോർമലായിട്ട് ഒരു ദിവസം ഒരുപാട് ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ആളും ഒരാൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം യൂസ് ചെയ്യുമ്പോഴും രണ്ടുപേരുടെയും ബാറ്ററി പെർഫോമൻസിന് ചേഞ്ച് വരും. അത് ഉടനെ അല്ല വരിക, കുറച്ച് ടൈം എടുത്തിട്ടും അതിന്റെ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ എഫക്ട്സ് നമുക്ക് അറിയുന്നത്. പക്ഷെ ബാറ്ററി പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ 100% ചാർജ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നമ്മൾ 100% വരെ വെക്കാതിരിക്കുന്നതാണ് ബാറ്ററി പെർഫോമൻസിനെ ബാറ്ററി പെർഫോമൻസിന് ഏറ്റവും ഗുഡ് ആയിട്ടുള്ള കാര്യം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ആവുമ്പോഴും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അതിന്റെ ഹീറ്റിങ്ങിനും അവിടെ ഒരു തെർമൽ റൺ അവേ അതിനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഇലക്ട്രോലൈറ്റ്സിനെ ബാധിക്കാനും അവരുടെ ചാർജ് ഡിസ്ചാർജ് സൈക്ലിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് 100%ലേക്ക് ചാർജ് ചെയ്യാതെ നമ്മളൊരു ലിമിറ്റഡ് റേഞ്ചിൽ ചാർജ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയാറുണ്ട്. ബെറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? ബെറ്റർ റേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ടല്ല എങ്കിലും 30% താഴേക്ക് ആക്കാതെ 30% മേലെയും 80% ഇടയിലും ചാർജ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മാം. മാം, സോഡിയം അയോൺ ബാറ്ററി ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മാം. അപ്പൊ അതിന് പകരം പൊട്ടാസ്യം അയോൺ ബാറ്ററി ആക്കിയ കുഴപ്പമുണ്ടാവോ? ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടാസ്യം ആണെങ്കിലും ഇപ്പോ റിസർച്ചസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പൊ സോഡിയം അയൺ ബാറ്ററി പറയുന്നത്. പക്ഷെ പൊട്ടാസ്യത്തിനും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ എലമെന്റ് ആണ്. ഇപ്പൊ എന്താ നമ്മൾ ലിഥിയം അയൺ ബാറ്ററിക്ക് പറഞ്ഞിട്ട് ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്ന് നമ്മൾ സോഡിയം അയൺ ബാറ്ററിക്ക് പോവാന്ന് പറയുന്നതിന്റെ കാരണം ലിഥിയത്തിന്റെ സ്കാർസിറ്റി ആണ്. ലിഥിയം കുറെ നമ്മളിപ്പോ എല്ലാം ലിഥിയം അയൺ ബാറ്ററി ആയിക്കഴിഞ്ഞാൽ ലിഥിയത്തിന്റെ സ്കാർസിറ്റി വളരെയധികം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ സോഡിയം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോ സീ വാട്ടറിന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് സോഡിയം അയൺ ബാറ്ററി, അല്ല സോഡിയം എന്ന് പറയുന്ന മെറ്റൽ. അതുകൊണ്ട് എല്ലാ കൺട്രീസിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോഡിയം. അതുകൊണ്ട് നമുക്ക് സോഡിയത്തിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. സോഡിയം അയൺ ബാറ്ററിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ സോഡിയം അയൺ ബാറ്ററിനെ കൂടുതൽ റിസർച്ചേഴ്സിൽ കൊണ്ടുവരുന്നത്. കാരണം സോഡിയം അവൈലബിൾ ആയതുകൊണ്ടും ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട്. മെയിൻ കാരണം ഈ സോഡിയം മെറ്റലിന്റെ അവൈലബിലിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ സോഡിയത്തിലേക്ക് പോയത്. ക്ലിയർ ആയി തോന്നുന്നു. അതുകൊണ്ടാണ് സോഡിയം അയൺ ബാറ്ററി ആണ് നമ്മൾ റിസർച്ചസിലും പോകുന്നതും വരാൻ പോകുന്നതും എന്ന് പറഞ്ഞത്. മാം, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ എന്തിനാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്? ഈ നമ്മളിപ്പോ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇൻവെർട്ടറിലും കാറിലും ഒക്കെയാണ് ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ കണ്ടിട്ടുള്ളത്. ഈ ഇലക്ട്രോലൈറ്റിന്റെ ഒരു
ഇപ്പൊ എനിക്കത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഡിസ്റ്റിൽ വാട്ടർ റീഫിൽ ചെയ്തിട്ട് നമുക്ക് ബാറ്ററി പെർഫോമൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടറിലാണെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പെർഫോമൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്നർ കാര്യങ്ങൾ പറയാൻ എനിക്ക് വ്യക്തമായിട്ട് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്തുകൊണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ഓക്കെ മാം. എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചാർജിങ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചില വേപ്പറൈസ്, അതിലുള്ള ലിക്വിഡ് കുറച്ച് വേപ്പറൈസ് ചെയ്ത് പോകുമ്പോൾ അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കുന്നത്. അവിടെ ആ സ്പെസിഫിക് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയിട്ടാണ് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. യെസ്, താങ്ക് യു സർ. Yeah, thank you, Anandu, for the question. And also, Mercy Matthews ചോദിച്ചിട്ടുണ്ട് ഇമെയിൽ ഐ ഡി ആൻഡ് കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഞാൻ പ്രൊവൈഡ് ചെയ്യാം. If it's okay, പേഴ്സണൽ മെസ്സേജ് ചെയ്യാം സാന്ദ്രയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണൽ ഈ മെസ്സേജ് ചാറ്റിൽ ചെയ്യാം. തന്നെ ഇമെയിൽ ഐ ഡി കൊടുത്താലും ഓക്കെ ആണെങ്കിൽ. ഓക്കെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഫ്രാൻസിസ്, യെസ്. സാന്ദ്ര, വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വളരെ കൃത്യമായിട്ട് വളരെ സെക്ഷൻ വൈസ് സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്തു. പുതിയ കാര്യങ്ങളും ഒത്തിരി അതിനകത്ത് കിട്ടി. അതായത് there are 3 types of electric batteries. ആ കാര്യം അറിയില്ലായിരുന്നു. കാറിനകത്തൊക്കെ കാർ ബാറ്ററീസ് അല്ല, കാർ ബാറ്ററി അല്ല, ഇലക്ട്രിക് കാർസിൽ ഉപയോഗിക്കുന്ന 3 ടൈപ്സ്, അതായത് ഫ്യൂവൽ സെൽ ബാറ്ററി, ഹൈബ്രിഡ് ബാറ്ററി. ഇലക്ട്രിക് കാറിനകത്ത് ഒരേ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതാണെന്ന് നമ്മൾ ധാരണയിലായിരുന്നു. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഒത്തിരി ഇതിനകത്ത് കിട്ടി. പിന്നെ ഈ ചാർജിങ്ങിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട് ഈ ഇന്നത്തെ മൊബൈലൊക്കെ ചാർജ് കട്ട് ഓഫ് സിസ്റ്റമായിട്ടാണ് വരുന്നതെന്ന്. പക്ഷെ നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ 100%, 100% ആണ് എഴുതി കാണിക്കുന്നത്. പക്ഷെ അതൊരു സെൻസിബിൾ കട്ട് ഓഫ് സിസ്റ്റം ആണെങ്കിൽ ബാറ്ററി 80% ആകുമ്പോഴത്തേനും ആയിരിക്കും അത് 100% കാണിക്കുന്നത്, അല്ലാതെ 100% എത്തിയിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനകത്ത് ഡിസ്പ്ലേ നോക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. ബാറ്ററി ഫുള്ളി ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ 100% കാണിക്കുകയും കട്ട് ഓഫ് ചെയ്യുന്നെങ്കിലല്ലേ അതിനുകൊണ്ട് കാര്യം ഉണ്ടാവും. അതായിരിക്കണം അവർ കാണിക്കുക. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. ഇല്ല, ഇപ്പൊ പറഞ്ഞ പോലെ 80 ആവുമ്പോ തന്നെ 100 കാണിക്കുന്നത്, അങ്ങനെ അതാണ് സെൻസിബിൾ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ എങ്ങനെ പോയാലും എപ്പോഴും നമ്മള് പറയുന്ന ഒരു കാര്യമാണ് 80-ല് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് ഇപ്പൊ സെൻസിബിൾ ആയിട്ട് ഉള്ളതാണ്, അതല്ലെങ്കിൽ അവർ ഡിറ്റക്ട് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും 80-ല് കീപ്പ് ചെയ്യുന്നതാണ് ബാറ്ററി പെർഫോമൻസിന് ബെറ്റർ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത് 80-ല് കീപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് ഇപ്പൊ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നത് ഫോണിന് ബാറ്ററി പെർഫോമൻസിനെ ബാധിക്കുന്ന പോലെ തന്നെ അതേപോലെ ബാധിക്കുന്നതാണ് ചാർജ് ചെയ്യുന്നതും. എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ ആ റേഞ്ചിനപ്പുറത്തേക്കും ചാർജ് ചെയ്യുന്നത് ബാറ്ററിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനകത്ത് വേറെ വിഷയങ്ങളുണ്ട്. കാരണം സാധാരണ ഈ ബാറ്ററി 8 വർഷം, 5-6 വർഷം, 8 വർഷം കൂടുന്നില്ല പറയുന്നത്. അതിനിപ്പം തന്നെ ഫോൺ എല്ലാവർക്കും റിപ്ലേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ബാറ്ററി പെർഫോമൻസിനേക്കാളും അത് പെർഫോമൻസ് തീരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം ഫോണുകൾ റിപ്ലേസ് ചെയ്യാറുണ്ട് ആളുകൾ, 2-3 വർഷം കൂടുമ്പോഴ, 3-4 വർഷത്തിലൊക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, എന്താണെങ്കിലും ഇത് ഞാൻ പറയുന്നത്, ഈ ടോക്ക് അബൌട്ട് ബാറ്ററി ഗവേഷണത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നതെന്നായിരുന്നു. അതിനകത്ത് ഫോണിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ? അതൊരു വലിയ വളരെ ഏരിയ, നമ്മുടെ ടോക്കിനെ വളരെ വലുതായിട്ട് അതിപ്പോ അറിയാമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഈ സോളിഡ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ സോളിഡിനകത്ത് അയണിന്റെ മൂവ്മെന്റ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കില്ലേ? ചാർജ്ഡ് അയൺസ്, അതോ കാഥോഡിനും ആനോഡിനും ഇടയ്ക്ക് ചാർജ്ഡ് അയൺസ് പാസ് ചെയ്യണ്ടേ? സാധാരണ സോളിഡിനകത്ത് അതിനൊരു അത് പ്രശ്നമാകില്ലേ? ലിക്വിഡ് നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് അല്ലേ ബെറ്റർ ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ രീതിയിൽ? നോർമലി ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും. അതിന്
നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു ഏരിയയാണ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്. കാരണം ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ആയിരിക്കുമ്പോൾ ഈ അയോൺസിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ ആനോഡിന്റെ സെയിം അയോൺസ് ഉള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്സ്. പക്ഷെ സോളിഡ് ഇലക്ട്രോലൈറ്റ്സ് ആകുമ്പോൾ ഇലക്ട്രോലൈറ്റ്സിലേക്ക് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നതും ലിക്വിഡ് ഇലക്ട്രോലൈറ്റിലുള്ള ഒറ്റ ഡ്രോബാക്ക് ആണ് ഈ പറഞ്ഞ ഒരു ഫ്ലെയിമബിൾ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ സോളിഡിലേക്ക് ചിന്തിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം സോളിഡ് ഇലക്ട്രോലൈറ്റ് എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി അതിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ആനോഡ് യൂസ് ചെയ്യണം, കാഥോഡ് യൂസ് ചെയ്യണം എന്നുള്ളത് അത് വളരെ വാസ്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എത്രത്തോളം പോസിബിൾ ആണെന്നും നമുക്കിപ്പോ പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അത് ഇപ്പോഴൊന്നും വരുമോ എന്നുള്ളതും അറിയില്ല. പക്ഷെ അതൊരു ഒരു പോസിബിലിറ്റി ആണ്. എപ്പോഴെങ്കിലും ഈ ലിക്വിഡ് ഇലക്ട്രോലൈറ്റിന്റെ ഈ ഒരു ഡ്രോബാക്ക് മാറ്റാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമാണ് സോളിഡ് ഇലക്ട്രോലൈറ്റ്. അത് എത്രത്തോളം പോസിബിൾ ആണ്, അത് എത്ര ഫീസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് എനിക്കും പറയാൻ പറ്റില്ല. കാരണം അതിന്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് പോകുന്നതേ ഉള്ളൂ. അത് ഏത് ടൈപ്പ് ഓഫ് ആനോഡ് യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് കാഥോഡ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഓപ്ഷൻസ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ ഏതാ ബെറ്റർ റിസൾട്ട് തരാൻ പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. രാമകൃഷ്ണൻ സുബ്രഹ്മണ്യൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സോറി. ഹലോ, കേൾക്കാവുന്നുണ്ട്. ഹലോ മാഡം, ഞാൻ അരുൺ കൃഷ്ണൻ എന്ന് പറയും. ഞാൻ എന്റെ പേരിൽ വിളിച്ചത് ഇപ്പോ ഉണ്ട്. അല്ലല്ല, സുബ്രഹ്മണ്യൻ ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. സോ മേ ബി അത് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. നമസ്കാരം, ഞാൻ പുറത്ത് നിൽക്കുകയാണ്, കുറച്ച് വെളിച്ചം കുറവായിരിക്കും. ഞാൻ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം നമ്മൾ രാവിലെ സ്ഥിരമായിട്ട് ഒരു അലാറം വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് സൈക്കിൾ കണക്കിലെടുത്തിട്ട് ആ അലാറം ടൈം ഇപ്പൊ 6 o'clock ആണ് അലാറം ടൈം എന്നുണ്ടെങ്കിൽ 5:30 ആകുമ്പോൾ ഇത് 80% ചാർജ് ആവുള്ളൂ. എന്നിട്ട് അവിടെ വെച്ച് നിൽക്കും, ചാർജിങ് കട്ട് ഓഫ് ആവും. എന്നിട്ട് 6 o'clock നമ്മുടെ അലാം ടൈം ആകുമ്പോഴേക്കും ഇത് 100% ചാർജ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡെയിലി അലാം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അപ്പൊ തന്നെ മെസ്സേജ് വരും. ഇത് എന്താ അതിനൊരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ സബ്സ്റ്റൻസ് ഇതാണ്. 81% ചാർജ് ആയിട്ട് നിൽക്കും, ബാക്കി 19% ചാർജ് ചെയ്യുന്നത് അലാം ടൈമിന് തൊട്ട് മുമ്പാണ്. അങ്ങനെ ഒരു ക്രമീകരണം ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വൺ തിങ്, ദാറ്റ് ഇസ് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. സെക്കൻഡ് തിങ്, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എപ്പോഴും നമുക്ക് ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതൊരു വളരെ വ്യാപകമായിട്ട് ആളുകളുടെ ഇടയിലുള്ള ധാരണയാണ്. അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ, അതോ വെറുതെ ഒരു ഹോക്സ് ആയിട്ട് പറയുന്നതാണോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ആൻഡ് അഗൈൻ, സാന്ദ്രയുടെ പ്രസന്റേഷൻ എക്സലന്റ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ലൂസിഡ് ആയിട്ട് പ്രസന്റ് ചെയ്തു. വെൽ ഡൺ. താങ്ക് യു. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഫോൺസിന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ബാറ്ററീസിലാണ് കൂടുതൽ പറയുന്നത്. പക്ഷെ അതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോ ഒരു സ്പെസിഫിക് ചാർജ് നമുക്ക് അതിലുണ്ടാവുമല്ലോ. ഇപ്പോ ഇത്ര കിലോ വാട്ട് അവർ ആണ് ആ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മളിപ്പോ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഫോണിൽ പല അപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ, പല അപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ, ഒരേ ടൈം എടുക്കുമ്പോൾ പല അപ്ലിക്കേഷൻസിനും ഇത്ര കറണ്ട് അല്ലെങ്കിൽ ഇത്ര ചാർജ് എടുക്കുന്നുണ്ട്, ഇത്ര ഓരോ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഓരോ അപ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്ര, അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇത്രയും ചാർജ് ഓരോന്നിനും എടുക്കുമ്പോൾ ടോട്ടൽ നമ്മൾ ഓരോ അപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അതിന്റെ ചാർജിന്റെ ക്വാണ്ടിറ്റി കൂടുന്നു. അത് ഇത്രയും ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് ഈ കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണല്ലോ ബേസിക് ആയിട്ട് പറയുമ്പോൾ. അപ്പോ ഈ ചാർജ് ടൈമും റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ ടൈം കുറയും. അതായത് ചാർജ് കൂടുതൽ എടുക്കുമ്പോൾ ഈ ടൈം ചാർജിന് എടുക്കുന്ന ടൈം കുറയും, ബാറ്ററിയുടെ പെർഫോമൻസ് കുറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ ചാർജ് ചെയ്യുമ്പോൾ ഫോൺ സംസാരിക്കുമ്പോൾ രണ്ട് പ്രോസസ്സ് ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരേ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെടുക്കുന്ന കിലോ വാട്ട് അവർ അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നതൊക്കെ കൂടുതലാണ്. രണ്ട് കാര്യങ്ങൾ ഒരേ ടൈമിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെടുക്കുന്ന കറണ്ട് കൂടുതലാണ്, അതിനനുസരിച്ച് ചാർജ്, അതിനനുസരിച്ച് ടൈം കുറയുന്നു. അപ്പോ
അതൊക്കെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ പറയുന്ന കാര്യം ഉള്ളത് തന്നെയാണ്. നമ്മൾ ഓവർ ഹീറ്റിംഗ് സംഭവിക്കും എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ പെർഫോമൻസ് കുറയുന്നു എന്ന് പറയുന്നതും മറ്റേ ഫോൺ ചൂടാവുന്നു എന്ന് പറയുന്നതും ഉള്ളത് തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ബാറ്ററിനെ എഫക്ട് ചെയ്യുന്നതും ഓവർ ഹീറ്റിങ്ങിന് സാധ്യത വരുന്നതും അതുപോലെ കറണ്ടിന്റെ കൺസപ്ഷൻ കൂട്ടുകയും ചാർജിന്റെ കുറയും നമ്മുടെ ടൈമൊക്കെ കുറയുന്ന ഒരു എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കുറെ ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് ഓപ്പൺ ആക്കി വെക്കുന്നത് അതൊക്കെ അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോ അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ശശിധരൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോഴേ അതില് ഈ ആദ്യത്തെ ഒരു സർട്ടൺ പെർസെന്റ് ഒരു 80% അത് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 80 to 100% ചാർജ് ചെയ്യാനായിട്ട് ആദ്യം എടുത്തതിനേക്കാളും ഒരു 4 times ടൈം ഒക്കെ എടുക്കും എന്നാണ് മാനുഫാക്ചേഴ്സും പറയുന്നത്. അതെന്താണോ അങ്ങനെ? അതിന്റെ തിയററ്റിക്കൽ സൈഡ് എന്താണെന്ന് പറഞ്ഞേക്കുള്ളായിരുന്നു. തിയററ്റിക്കൽ സൈഡ് പറയുമ്പോൾ നമ്മൾ ബാറ്ററി സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബാറ്ററി സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾ യൂസ് ചെയ്താണ് ബാറ്ററി സ്റ്റഡി ചെയ്യുക. അതിൽ തന്നെ ഫസ്റ്റ് ഡിസ്ചാർജ് സംഭവിക്കാൻ എടുക്കുന്ന ടൈം ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ഡിസ്ചാർജ് എടുക്കുന്ന ടൈം കൂടുതലായിരിക്കും, പിന്നീടുള്ള ഡിസ്ചാർജിങ്ങിനുള്ള ടൈം കുറവായിരിക്കും. അത് ഈ ബാറ്ററിയുടെ മാനുഫാക്ചറിംഗിൽ നമ്മൾ ബാറ്ററി സ്റ്റഡി ചെയ്യുമ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ഡിസ്ചാർജിങ്ങിന് എടുക്കുന്ന ടൈം അല്ല അടുത്ത ഡിസ്ചാർജിങ്ങിന് എടുക്കുന്ന ടൈം. അത് തന്നെയായിരിക്കണം ബാറ്ററിയുടെ ചാർജിന്റെ ടൈമിൽ എഫക്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ബാറ്ററി ചാർജ് സൈക്കിളിൽ നമുക്ക് അതിന്റെ ഗ്രാഫ്സ് ഒക്കെ കാണാൻ പറ്റും. മറ്റേ ഗൂഗിളിലെല്ലാം കാണാൻ പറ്റും ചാർജ് ഡിസ്ചാർജ് സൈക്കിളിന്റെ ഗ്രാഫ്സ്. അതിന്റെ ടൈം എടുക്കുന്നത് ഫസ്റ്റ് ഡിസ്ചാർജിങ്ങിന് കൂടുതൽ ടൈം എടുക്കുകയും അടുത്ത ഡിസ്ചാർജിങ്ങിന്റെ ടൈം കുറയുകയും ചെയ്യുന്നുണ്ട്. തിയററ്റിക്കലി അങ്ങനെ ഒരു സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ സെക്കൻഡ് സൈക്കിൾ, തേർഡ് സൈക്കിൾ, അങ്ങനെ ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. 100 cycles ഓഫ് സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അതിലെ സെക്കൻഡ്, തേർഡ് സൈക്കിളിലൊക്കെ വരുന്ന അവിടെ എടുക്കുന്ന ടൈം അല്ല ഫസ്റ്റ് ഡിസ്ചാർജിനും അതുപോലെ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ബാറ്ററിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ബാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. മാനുഫാക്ചറിങ് ടൈമിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ അതിന് സ്റ്റഡി ചെയ്യുന്നത് ഈ സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറയാൻ കൃത്യമായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ആദ്യം ചാർജ് ചെയ്യാൻ ടൈം എടുക്കുന്നത് കൂടുതൽ തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ വളരെ ലോ ആയിട്ട് ഇരിക്കുമ്പോൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടുതലാണ്. അതിപ്പോ ബാറ്ററിയുടെ ഡിസ്ചാർജ് ചാർജ് സൈക്ലിംഗ് പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ഫസ്റ്റ് ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡിസ്ചാർജ്, തേർഡ് ഡിസ്ചാർജ് ഒക്കെ ആകുമ്പോഴേക്കും അതിന്റെ ടൈം കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു തിയററ്റിക്കൽ സ്റ്റഡി ഉണ്ട് അതിന്റെ പിന്നില്. മാം ഇതിപ്പോ ഡിസ്ചാർജിന്റെ കാര്യം അല്ല, ഞാൻ ചാർജിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചത്. അതായത് നമ്മുടെ ഇപ്പൊ ഓട്ടോമൊബൈൽ വെഹിക്കിളൊക്കെ ഉണ്ടല്ലോ, അതെ ബാറ്ററീസ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മളൊരു ലോങ് ജേർണി പോകണം, നമ്മുടെ ബാറ്ററി വന്നു നമുക്ക്. പക്ഷെ നമ്മൾ പറയുന്നത് അവരുടെ അഡ്വർടൈസ്മെന്റ് തന്നെ നിങ്ങളൊരു കോഫി കഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ചെയ്യാം എന്ന് പറയുന്നു. പക്ഷെ ആ സമയം എന്ന് പറയുന്നത് ഒരു 10 to 15 minutes കൊണ്ട് നിങ്ങൾക്ക് ഒരു 80% ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ, ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിവിടെ ചാർജിങ് ചോദിക്കുന്നത്, അത് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 80% വരെ പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ആണ്, വളരെ പെട്ടെന്ന്. പക്ഷെ അതേ വോൾട്ടേജ് സിസ്റ്റം, സെയിം സിസ്റ്റത്തിൽ തന്നെ റിമൈനിങ് 20%, അതായത് 80 to 100% ചാർജ് ചെയ്യാനായിട്ട് മറ്റേതിനേക്കാൾ എടുത്ത് ഇപ്പോൾ ആദ്യത്തിൽ ഇപ്പോൾ 20-30 മിനിറ്റ് എടുത്തുവെങ്കിൽ ചിലപ്പോൾ അതിനൊരു 2 hours സമയം എടുക്കും. അപ്പൊ അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. എനിക്ക് അതിനെ വ്യക്തമായിട്ട് അവരങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയാൻ എനിക്കറിയില്ല. അതിന്റെ തിയറിറ്റിക്കലായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഡിസ്ചാർജ് ചാർജ് സൈക്കിളാണ് നമ്മുടെ ചാർജിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് ഡിസ്ചാർജ് ചാർജ് സൈക്കിൾ അതിന്റെ തിയറിറ്റിക്കൽ സ്റ്റഡിയാണ്. ഒരു ബാറ്ററിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഡിസ്ചാർജ് സൈക്കിൾ പഠിച്ചിട്ടാണ്. അതിനെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. എനിക്ക് അതിന്റെ തിയറിറ്റിക്കൽ കാര്യം വ്യക്തമായിട്ടും ഓക്കെ ഇതുകൊണ്ടാണ് നമ്മൾ ചാർജ് ആവുന്നത്, ഇത്ര പെട്ടെന്ന് ചാർജ് ആവുന്നത് എന്ന് ഒറ്റ രീതിക്ക് അല്ലെങ്കിൽ കുറച്ച് ടൈം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരങ്ങനെ പറയുന്നതിന്റെ ബേസിക് റീസൺ പറയാൻ എനിക്കറിയില്ല, കാരണം അത് ഒതന്റിക് ആണ്. അതേപോലെ തന്നെ അതിനെ സ്പെസിഫിക് ആയിട്ട് തിയറിറ്റിക്കൽ
കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയുടെ ചാർജ് ഡിസ്ചാർജ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാറ്ററി ചാർജിങ്ങിന്റെ കാര്യം ഇരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് പറയേണ്ടി വരും. അപ്പൊ എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം അതിന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ വേണം. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. പേര് ഞാൻ പേര് അരുൺ പറയും. മാഡം നന്നായിട്ട് പ്രസന്റ് ചെയ്തു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ചെറിയൊരു സംശയം ചോദിക്കാം. നമ്മളെ ഇലക്ട്രോഡുകൾ ഇങ്ങനെ ഒരു സെപ്പറേറ്ററിനെ കുറിച്ച് പറയണ്ടായി. നമ്മളെ ഈ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇലക്ട്രോലൈറ്റിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റർ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ റിയാക്ഷൻ എങ്ങനെ അവിടെ നടക്കുക എന്നുള്ളതാണ് ചെറിയൊരു സംശയം. ഈ സെപ്പറേറ്റർ എന്ന് പറയുന്നത് പോറസ് ആയിരിക്കും. അതായത് ഈ പോളിപ്രിപ്ലിൻ അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സെപ്പറേറ്റർ ഉണ്ടാക്കുന്നത്. ആ സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇവർക്ക് കോണ്ടാക്ട് വരാതിരിക്കാനാണ്. ഈ ആനോഡും കാഥോഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരരുത്. അതിന്റെ ഇടയിൽ ഒരു സെപ്പറേറ്റർ വെച്ചിട്ട് പക്ഷെ അയോൺസ് മൂവ് ചെയ്യണം. ഇതിന്റെ ഇടയിൽ നിന്ന് അയോൺസ് മൂവ് ചെയ്യണം, പക്ഷെ ഒരു ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യരുത്. ഇടയിലൊരു സെപ്പറേറ്റർ വെച്ച് നമ്മൾ പോറസ് ആയിട്ടുള്ള സെപ്പറേറ്റർ ആണ്, ഗ്ലാസ് ഫൈബേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റർ. അത് വെക്കുന്നത് അയോൺസ് മൂവ് ചെയ്യണം, പക്ഷെ ഡയറക്റ്റ് കോണ്ടാക്ട് വന്നാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അതും അയോൺസിന്റെ മൂവ്മെന്റിനെ കാറ്റലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ സെപ്പറേറ്ററിന്റെ യൂസ് എന്ന് പറയുന്നത് ഇതാണ്, ഡയറക്റ്റ് കോണ്ടാക്ട് വരാതെ. ഈ സെപ്പറേറ്റർ വെക്കുമ്പോ ഈ എന്താ പറയാ അയോൺസിന് ബ്ലോക്ക് ആവില്ല എന്നർത്ഥം അല്ലേ? ആവില്ല. കാരണം പാസ് ചെയ്യുന്ന സാധനമാണ് വിടുന്ന അർത്ഥം. ഓക്കെ. അതെ. ഷോർട്ട് പോഴ്സ് ഉണ്ടാവും, പോഴ്സ് അതിലുണ്ടാവും, അതുകൊണ്ട് മൂവ് ചെയ്യും. അങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യും. പോളിപ്രൊപ്പിലിൻ, പോളിയെത്തിലിൻ, അല്ലെങ്കിൽ ഗ്ലാസ് ഫൈബേഴ്സ്, അതെല്ലാത്തിനും കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, മേ ബി ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് നമുക്ക് ഓഫ്ലൈൻ പോവാല്ലേ ഫ്രാൻസിസ്? അതോ ടൈം ഉണ്ടോ? അത് സാന്ദ്രക്ക് ടൈം ഉണ്ടോ? 1-2 ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സോ പോക്കോ X3 ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്തതാണോ? യെസ് മാം, എൻ്റെ പേര് സീതാലക്ഷ്മി എന്നാണ്. ഓക്കെ മാം, ബ്ലേഡ് ബാറ്ററി പറ്റി പറഞ്ഞില്ലേ, അതില് അപ്പോ സ്റ്റെബിലിറ്റി ബാധകപ്പെടുത്തില്ലേ? ഈ ഹീറ്റ് ആവുന്നതിനെയും ആ ഒരു ചെറിയ സൈസ് എന്ന് വരുമ്പോഴത്തേക്ക് ആ സെപ്പറേറ്ററിന്റെ തിക്നെസ്സും അതിനകത്ത് ഒരു ഫാക്ടർ അല്ലേ? അയ്യോ, അവിടെ സെപ്പറേറ്ററിന്റെ തിക്നെസ് കുറച്ചിട്ടല്ല ചെയ്യുന്നത്. ഈ സെപ്പറേറ്ററിന്റെ തിക്നെസ് കുറച്ചാൽ മാത്രമല്ല നമുക്ക് ഈ ബാറ്ററി കോമ്പാക്ട് ആവുന്നതും ഈ ഇതാക്കുന്നതും ഈ ബാറ്ററിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതും സെപ്പറേറ്ററിന്റെ തിക്നെസ് കുറച്ചിട്ടല്ല. സെപ്പറേറ്ററിന്റെ തിക്നെസ് ഒരു റേഞ്ചിന് താഴെ കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി ഫിക്സഡ് ആയി. ആ ഒരു ഇൻസിഡന്റിന് ശേഷവും, ഗാലക്സിയുടെ ആ ഒരു ഇൻസിഡന്റിന് ശേഷവും അത് ഓൾറെഡി ഫിക്സഡ് ആയിട്ടാണ്. സെപ്പറേറ്ററിന്റെ തിക്നെസ് കുറച്ചിട്ടല്ല അത് ആവുന്നത്. അവിടെ വേറെ പല കാരണങ്ങളാണ്, വേറെ പല അഡ്വാൻറ്റേജസ് യൂസ് ചെയ്തിട്ടാണ് ബ്ലേഡ് ബാറ്ററി വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ് അവിടെ ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോ അത് തന്നെ അതിന്റെ ഒരു ലിഥിയം അയൺ ഫോസ്ഫേറ്റ് യൂസ് ചെയ്യുന്നത് അതിനൊരു അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു മെറ്റീരിയൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ യൂസ് ചെയ്യുന്ന കാഥോഡ് മെറ്റീരിയൽസ്, ഇലക്ട്രോലൈറ്റിന്റെ ചേഞ്ചസ്, ഇതൊക്കെയാണ് ഒരു ബാറ്ററിനെ എഫക്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു റിസർച്ച് ആയിരുന്നു ഈ തിക്നെസ് കുറച്ചിട്ട് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി, അത് കുഴപ്പമില്ല എന്നുള്ളത് ലബോറട്ടറി സ്കെയിലിൽ നോക്കി ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഐറ്റം പുറത്തേക്ക് വന്നത്. പക്ഷെ അത് പുറത്തേക്ക് വന്നതിന് ശേഷം അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതെടുത്ത് മാറ്റം ചെയ്തതാണ്. അതുകൊണ്ട് സെപ്പറേറ്ററിന്റെ തിക്നെസ് ഇനി ഒരിക്കലും ആ ഒരു റേഞ്ചിന് താഴേക്ക് പോവില്ല എന്നാണ്. അത് അങ്ങനെ കുറച്ചിട്ടല്ല ബ്ലേഡ് ബാറ്ററി വന്നിട്ടുള്ളത്. ബ്ലേഡ് ബാറ്ററിക്ക് വേറെ പല അഡ്വാൻറ്റേജസ് ആണുള്ളത്. അവരുടെ ആക്റ്റീവ് മെറ്റീരിയൽ, കാഥോഡ് മെറ്റീരിയൽ, അതിൽ നിന്നൊക്കെയുള്ള ചേഞ്ചസ് ആണ് ബ്ലേഡ് ബാറ്ററിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ് അവർ ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ഏതാണ്, അങ്ങനെ വേറെ പല മാറ്റങ്ങളാണ് ബാറ്ററിയുടെ പെർഫോമൻസിന് കൊണ്ടുവന്നിരിക്കുന്നത്. സെപ്പറേറ്ററിന്റെ തിക്നെസ് കുറച്ചതല്ല. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, മൈൻഡ് ചെയ്യാം. Yeah. ഓക്കെ. Yeah. Thank you, Francis. So, thank you, Sandra. And താങ്ക് യു. Francis, അപ്പോൾ വളരെ അപ്പോൾ നല്ലൊരു ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇരുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് ലിമിറ്റഡ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എല്ലാവർക്കും കുറച്ച് പേർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം ഇങ്ങനെ ഒരു മീറ്റിംഗിന് ഭാഗമാവാൻ പറ്റിയതിൽ. ഓക്കെ, വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, അതുപോലെ ഡിസ്കഷൻസും. അപ്പോൾ ഇന്ന് ഇത് പോസിബിൾ ആക്കിയ സാന്ദ്രയ്ക്കും ഈ ചർച്ച ഈ പ്രഭാഷണം ചെയ്ത സാന്ദ്രയ്ക്ക് സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ വളരെ ഭംഗിയായി മോഡറേറ്റ് ചെയ്ത ശ്രീകാന്തിനും സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ ഈ പ്രഭാഷണം ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ചർച്ച സജീവമാക്കിയ എല്ലാവർക്കും സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി.